എനിക്ക് തോന്നുന്നു നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഇതാണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യാണ്ടുള്ള ഏറ്റവും വലിയൊരു ബ്രേക്ക് എന്ന് തോന്നുന്നു, അല്ലേ? ഇന്റർനാഷണൽ ബ്രേക്ക് ഒഴികെ മാച്ചസ് ഉള്ളപ്പോ ബാൺസ്ലി ഗെയിം കഴിഞ്ഞ പാടെ ഒരു ചർച്ച വന്നു, നമുക്ക് ബാൺസ്ലി ഗെയിമിന്റെ റിവ്യൂ ചെയ്യാം. പക്ഷെ അന്ന് പ്രിവ്യൂ ചെയ്യാൻ നമുക്ക് ബേൺലി മാച്ച് വാസ് ടു ലേറ്റ്. പിന്നെ ബാൺസ്ലി മാച്ചിനെ കുറിച്ച് ഒരു 40 മിനിറ്റ് സംസാരിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാ. കാരണം കാര്യമായിട്ട് അതിനകത്ത് പറയാനൊന്നുമില്ല, അല്ലേ? എനിക്ക് തോന്നുന്നു അജ്മല് കണ്ടില്ല എന്ന് തോന്നുന്നില്ല കളി. ഇല്ല കളി കണ്ടില്ല. കുറെ പേര് കളി കണ്ടിട്ടില്ല, അത് തെറ്റ് പറയാൻ പറ്റില്ല. അല്ല, അധികം പറയാനില്ലാത്ത ജയിച്ച കളി ആയതുകൊണ്ടാണോ? അതുകൊണ്ട് അതെ, ഗ്രൂപ്പ്സിലൊക്കെ വലിയ ജയിച്ചത് കൊണ്ട് വലിയ ചർച്ചകളും എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ഡിസ്കഷനോ അല്ലെ എന്തുകൊണ്ട് നമ്മൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത ഡിസ്കഷനോ. പിന്നെ വേറൊരു ഇതുള്ളത്, നമ്മുടെ ഒരുപാട് ആരാധകര് അജ്മലും ഗണേഷ് എവിടെയാന്നൊക്കെ ഇങ്ങനെ കമന്റ്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണാനില്ലോ അവര് കളി നോക്കാൻ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ 2 മാസം 1.5 മാസം തോറ്റിട്ടില്ലല്ലോ. അപ്പൊ തോറ്റു കഴിഞ്ഞാൽ ഗണേശൻ വരും, അജ്മല് വരും. സ്ലോട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഗണേശിന് ഇരിക്കുകയായിരുന്നു. പക്ഷേ യുണൈറ്റഡിന്റെ മാനേജറിനെ സാക്ക് ആയതോടുകൂടി സ്വരൂപ് സൈഡായി. കാരണം സ്വരൂപ് യുണൈറ്റഡ് ലിവർപൂളിനായിട്ട് മുകളിൽ ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞാണ് ഈ സീസൺ. ഇനിയും സംഭവിക്കാം. പക്ഷെ എനിവേ, മാച്ചിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് പോസിറ്റീവായി തോന്നിയത് വേർഡ്സും എക്കിറ്റിക്കും വന്നപ്പോഴാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാൺസ്ലി ആണെന്ന് നമുക്ക് തോന്നിയത്. അതുവരെ നമ്മൾ കൊടുക്കുന്ന ഭയഭക്തിമാനം വെച്ചിട്ട് പാസ് 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 ഇടത്തോട്ടും വലത്തോട്ടും പോയി കളിച്ചു, ഗോളടിച്ചു. അവര് കിടിലം അത് ഗോൾ ഓഫ് ദ സീസൺ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സോബോസ്ലൈയുടെ സ്ട്രൈക്ക് പോസിറ്റീവ് ആണ്. ഫ്രിംപോങ്ങിന്റെ ഒരു നല്ല ഫിനിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് 2 ഗോൾസ്. ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസോളം ഇൻഡിവിജ്വൽ എറർ ആയിരുന്നു സോബോസ്ലൈയുടെ. ഈവൻ കൊണാട്ടെ വിൽ ബി പ്രൗഡ്. അജ്മൽ ഉള്ളത് ഞാൻ ലോവർ എന്ന് പറയുന്നില്ല. അപ്പോ സോബോസ്ലൈ ഗോൾ അടിച്ചു. ഒരു നമ്മുടെ സ്റ്റീവൻ ജെറാർഡിന്റെ വെസ്റ്റ് ഹാം ഫൈനൽ സ്റ്റീവൻ ജെറാർഡ് മാച്ച് നടന്ന പറയുന്നത് സോബോസ്ലൈ മാച്ച് ആയിരുന്നു. ഓൾ ഇൻ ഓൾ ആയിരുന്നു സോബോസ്ലൈ. ബട്ട് ദെൻ അവര് ഗോള് ആഫ്റ്റർ ദേ സ്കോർഡ് ആസ് യൂഷ്വൽ നമ്മള് പിന്നെ കാര്യമായ മുന്നേറ്റങ്ങളോ ദേ ഹാഡ് ചാൻസസ്. ബട്ട് ഐ തിങ്ക് വൺസ് വേർഡ്സ് ആൻഡ് എക്കിറ്റിക്കെ കേം ഇറ്റ് വാസ് വെരി പോസിറ്റീവ് ടു സീ. എനിക്കൊരു ഒരുപാട് നാളിന് ശേഷം even though it was an easy finish, I really liked Ekitike goal. The words in the pass, measured pass, combination. Yes, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അവർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 4-5 ഗോൾസ് ഡയറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസിന്റെ ഗെയിം. വേവ് ലെങ്ത് എനിക്ക് തോന്നുന്നു എക്കിറ്റിക്കെ ആൻഡ് വേർഡ്സിന്റെ. യെസ്, അതിനെക്കുറിച്ച് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. കാലിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, വെറുതെ നമ്മള്. അതെ, ഞാൻ ആദ്യം പറയാം. അതില് എക്കിറ്റിക്കെ വേർഡ്സ് മാത്രല്ല അതിലുണ്ടായിരുന്നത്, കേർട്ടിസിന്റെ ഇതുണ്ടായിരുന്നു. അവരുടെ എല്ലാ 3 പേരുടെ വേവ് ലെങ്ത് ഏകദേശം കറക്റ്റ് ആയിരുന്നു. കേർട്ടിസ് നമ്മൾ ഇതിനു മുമ്പുള്ള മാച്ചിലൊക്കെ കണ്ടിരുന്നു, ഇതുപോലെ ഒരുപാട് പാസ് ആ ബോക്സിലേക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാറുണ്ട്. വേവ് കുറവുണ്ട്. നോവേ, കേർട്ടിസ് കാരണമാണ് ആ ഗോള് വന്നത് എന്നുള്ളത് തന്നെയാണ് കറക്റ്റ്. എങ്ങനെ ഫ്രിംപോങ് എങ്ങനെ ഉണ്ടായിരുന്നു റൈറ്റ് ബാക്ക് കളിച്ചപ്പോ? ഫ്രിംപോങ് ഓബിൻ പറഞ്ഞു. ഞാൻ 2 പോയിന്റ് കൂടി ചേർത്തിട്ട് പറയാം, അത് കഴിഞ്ഞ ഓബിൻ യൂട്ടോ. എനിക്ക് എക്കിറ്റിക്കെ വേർഡ്സ് വർക്ക് ആവുന്ന കാണുമ്പോൾ ഒരു പ്രതീക്ഷ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇസാക്കി സീസൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, എക്കിറ്റിക്കെ വർക്ക്സ് റിയലി വെൽ വിത്ത് ടോപ്പ് 2. കാരണം പുള്ളി ഇവിടെ നമ്മുടെ ആൻട്രാക് ഫ്രാങ്ക്ഫർട്ടിൽ കളിച്ചുകൊണ്ടിരുന്നത് മാർമൂഷ് എക്കിറ്റിക്കെ ആയിരുന്നു. ആൻഡ് എക്കിറ്റിക്കെ ഹാഡ് മോർ അസിസ്റ്റ്സ് while Marmoush used to score the goals. But Ekitike used to score the goals. Our combination, I hope that Klopp Slot kind of recreates that our magic. Same time, if Frimpong's point, Ajmal ചോദിച്ചോടുകൂടി ഫ്രിംപോങ്ങിനും വേർഡ്സിനും ഓൾറെഡി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ബിക്കോസ് ദേ വർ പ്ലേയിങ് ടുഗദർ ഇൻ ലെവർക്യൂസൻ. സോ അവിടെ ഒരു കോമ്പിനേഷൻ ആൻഡ് റൺസ്
2-3 പാസേ ഉള്ളൂ. ബട്ട് I feel that whoever is understanding what Words is trying to do, they are getting the benefit what Words is doing. നമ്മുടെ ടീം, അതായത് കഴിഞ്ഞ വർഷത്തെ ടീമിനാണ് അവന്റെ പൊസിഷനും അവന്റെ ആ ക്വിക്ക് പാസിങ്ങും ആ മൂവ്മെന്റും റീഡ് ചെയ്യാൻ പറ്റാത്തതും അവന് ബോൾസ് കിട്ടാത്തതും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓബിൻ ടേക്ക് ഓവർ. So I'll start with what Ajmal asked. Ajmal, Frimpong at right back. Frimpong is a winger or a wing back. അത് ഇന്നലെയും കണ്ടു. ഫ്രിംപോങ്ങിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നല്ലതല്ല, പക്ഷെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ആണ് ഞാൻ മുന്നോട്ട്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരും. ബാൻസ്ലി ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ ഒരു സ്പേസ് നമ്മൾ പണ്ട് ട്രെൻഡിൽ കണ്ടിരുന്നു. നമ്മള് ലിവർപൂൾ ഫാൻസ് ട്രെൻഡിൽ ഇവിടെ കളിക്കുന്ന സമയത്ത് പറഞ്ഞ അതേ സാധനമാണ്. അവനെ റൈറ്റ് ബാക്കിൽ തളച്ചിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വി ഗേവ് ഹിം ദ ഫ്രീ നോഷൻ, മൂവ് ഫോർവേഡ്, നീ അവിടെ മുന്നിൽ പോയിട്ട് എന്താ ചെയ്തത്. ആ സാധനം ഫ്രിംപോങ്ങിന് കൊടുക്കേണ്ടി വരും. ഒൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ഇസ് ഫ്രിംപോങ് എവിടെയാണ് തിരിച്ചു വരുന്നുണ്ട്, സ്പ്രിന്റ് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയാ, ഒരു മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഒരു നാനോ സെക്കൻഡ് ഓഫ് മിസ് ടൈമിംഗ് ഉണ്ടാവുമല്ലോ. അത് കാരണം ഇന്നലെ ബാൻസ്ലിന്റെ ഫസ്റ്റ് ഇനീഷ്യലി ആദ്യത്തെ ഒരു കുറച്ച് ക്രോസ് ഒക്കെ അവര് എന്താ പറയാ ഒരു ലോങ് ബോൾ നോക്കുന്നുണ്ട്, അവിടുന്ന് ആ റണ്ണേഴ്സ് വരെ ഓടാൻ നോക്കുന്നുണ്ടായിരുന്നു ഇനീഷ്യലി. വൺസ് വി ഗോട്ട് ഇൻ കൺട്രോൾ, ഇതിങ്ങനെയാണ് പോകേണ്ടത്, മിഡ്ഫീൽഡർ ബാക്കോട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ സെന്റർ ബാക്ക് കവർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു എന്താ പറയാ സ്റ്റൈൽ ഓഫ് പ്ലേ അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഫ്രിംപോങ് വാസ് എക്സലന്റ്. ഡിഫെൻസീവിന് അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ വിൽ ബി എ റൈറ്റ് ബാക്ക്, പക്ഷെ ചാൻസ് കിട്ടി ഞാൻ മുന്നിൽ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഫ്രിംപോങ് വാസ് ഗ്രേറ്റ്. നമ്മൾ എല്ലാ ഫുൾ ബാക്കിലും റോബർട്ട്സൺ കൂട്ടത്തിൽ ഭേദം റോബർട്ട്സൺ എന്ന അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇൻ ടേംസ് ഓഫ് ബോൾ കൺട്രോൾ, എ കമ്പോഷർ. റൈറ്റ് നൗ ഫ്രിംപോങ്ങിന് ബോൾ കിട്ടിയാൽ അവന്റെ ഫസ്റ്റ് ടച്ച് മുതൽ ഫസ്റ്റ് ടച്ച് ആയാലും സെക്കൻഡ് ടച്ച് ആയാലും ഈവൻ ഫസ്റ്റ് ടൈം പാസ് ആയാലും എവിടെയോ ഒരു പന്ത് കേട്. അത് ഫ്രിംപോങ്ങിന് ഉണ്ട്, ബ്രാഡ്ലിക്ക് ഉണ്ട്, കേർക്കസിനും ഉണ്ട്. ആ ഒരു എന്താ പറയാ ട്രെൻഡിനെ കണ്ടു വളർന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ ട്രെൻഡിനെ കാണുന്നുണ്ടല്ലോ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാണോ എന്നുള്ളത് അറിയില്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് സംതിങ് ലാക്കിംഗ്. അല്ല ഇനിയിപ്പം ഈ ഒരു എസ്പെഷ്യലി റൈറ്റ് ബാക്ക് സിറ്റുവേഷനിൽ ഇനി ആകെയുള്ള രണ്ട് നാച്ചുറൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോമസ് ഇപ്പൊ ആരുടെയൊക്കെ ബാക്കപ്പ് ആയിട്ട് നിക്കണം എന്ന് എനിക്കറിയില്ല. സെന്റർ ബാക്കിന്റെ കവറും ആണ്, റൈറ്റ് ബാക്കിന്റെ കവറും ആണ്. അപ്പം ആകെ പ്യുവർ റൈറ്റ് ബാക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗോമസും ഫ്രിംപോങ്ങേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ സൊബോസ്ലൈനൊക്കെ അവിടെ കളിപ്പിക്കേണ്ടി വരും. പിന്നെ അതോടെ ടീമിന്റെ മൊത്തം ബാലൻസും പോകും. ഒരു റാംസി എനിക്ക് തോന്നുന്നു ബേൺലി അതെ തോന്നുന്നു ഇത് ഈ അത്രയ്ക്കും സ്ട്രോങ് ഒപ്പണൻസ് അല്ലാത്ത ടീംസിനെതിരെ ഫ്രിംപോങ്ങിനെ അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി നമ്മളിങ്ങനെ ഭയങ്കര റിസർവ് ചെയ്ത് കളിക്കുമ്പം ഒരു അറ്റാക്കിംഗ് ഇന്റന്റ്, നാച്ചുറൽ ആയിട്ട് അറ്റാക്കിംഗ് ഇന്റന്റ് ഉള്ള ഒരാൾ അവിടെ കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കളിയൊന്ന് കുറച്ചും കൂടി ഒന്ന് സ്പീഡാവും. നമ്മുടെ ആർസണൽ കളിയിൽ ഫ്രിംപോങ് കളിക്കുമ്പോ വി ഹാവ് എൻ ഔട്ട് ബോൾ. എപ്പോഴും ഫ്രിംപോങ്ങിന് ഒരു ത്രൂ ബോളോ അല്ലെങ്കിൽ ഒരു ലോങ് ബോളോ എടുത്തിട്ട് ചേസ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മിഡ്ഫീൽഡിൽ ലോക്ക് ആവുന്ന സമയത്ത് പണ്ട് വാൻഡൈക്കിന് സലാക്കി കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോ ഫ്രിംപോങ്ങിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇഫ് ഈസ് പ്ലേയിങ് റൈറ്റ് ബാക്ക്, പുള്ളി ഈ ബോംബ്സ് ആണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു അജ്മൽ പറഞ്ഞ പോലെ, ഓബിൻ പറഞ്ഞ പോലെ ട്രെൻഡിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്തോ അങ്ങനെ തന്നെ ഫ്രിംപോങ്ങിനെ ട്രീറ്റ് ചെയ്യണം. ഒരു മിഡ്ഫീൽഡ് കവറും സെന്റർ ബാക്ക് ആ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ കളിക്കേണ്ടി വരും. പ്യോർലി ഒരു ടൈറ്റ് ഡിഫെൻസീവ് ഗെയിം, യൂറോപ്യൻ അവേ ഗെയിം ഒക്കെ ആവുമ്പോൾ ഐ ഫീൽ വി വുഡ് പ്രിഫർ ടു പ്ലേ ഗോമേസ് ദർ ഫോർ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി. അല്ലെങ്കിൽ ഗെയിം ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ at home we can use Frimpong. Bradley would have been ideal. ഇപ്പൊ ബ്രാഡ്ലി ഇല്ലാത്തതുകൊണ്ട് അതെ. അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ 4-4-2 ഇതില് കറക്റ്റ് ആയിരിക്കും. മറ്റേ ബോക്സ് 4-4-2 മിഡ്ഫീൽഡ് ലോക്കാണ്, അവർക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് വരാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ കളി വരുന്നത്.
അപ്പൊ അതാണ് ഫ്രിംപോങ്ങും കെർക്കസും വന്നത് തന്നെ അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഈ നമ്മുടെ ഫുൾ ടീം എല്ലാവരും അവൈലബിൾ ആവുമ്പോൾ ഫ്രിംപോങ് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ റോളില് ഫ്രിംപോങ്ങിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് എനിക്ക് സുദീപിനോട് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അതായത് സല വരുമ്പോ ഫ്രിംപോങ്ങും സലയും റൈറ്റ് സൈഡ് കളിക്കുമ്പോ എന്താവും? ഒരാൾ ടച്ച് ലൈനിലും ഒരാൾ ടച്ച് ലൈനിന്റെ പുറത്തും. സല ഒന്നാമത്തെ കാര്യം സലയുടെ എന്താണ് അവസ്ഥ എന്ന് ഇപ്പൊ അറിയില്ല. ഇപ്പൊ നമ്മള് ആഫ്കോണില് ആഫ്കോൺ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞു മീൻസ് അവര് ഫൈനലിൽ കയറില്ല. ഇതിനു മുമ്പ് സ്ലോട്ടിന്റെ സമയമല്ല, ക്ലോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് സല ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ പെട്ടെന്ന് തിരിച്ചു വന്നിരുന്നു നമുക്ക് വേണ്ടി കളിക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ സ്ലോട്ട് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഈ ലൂസേഴ്സ് ഫൈനലിൽ കളിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ തിരിച്ചു വരാൻ. എന്തായാലും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സലയുടെ പൊസിഷൻ മിഡ്ഫീൽഡ് 4-ലാവുന്നുള്ളൂ. 4-4-2 4 ആവണമെന്ന് ചാൻസ് ഇല്ല. അവര് സലയെ മിക്കവാറും ഫോർവേഡ് കളിപ്പിക്കാനുള്ള സാധ്യതയാണ്. ഒന്ന് ഇസാക്ക് ഇപ്പൊ ഔട്ടായി, ഇസാക്ക് പോയി ഇഞ്ചേർഡ് ആണ്. അപ്പൊ അത് കാരണം സലയെ ഫോർവേഡ് പൊസിഷനിൽ കളിപ്പിക്കാനാണ് ചാൻസ്. എന്നാലും അവിടെ കളിച്ചാലും എനിക്ക് വേണത് സലയുടെ അതിനേക്കാളും അത് വരാം. സൊബോസ്ലയുടെ കാര്യങ്ങൾ പറയാനുണ്ട്, കുഴപ്പമില്ല. എന്തായാലും സലയ ഫോർവേഡ് കളിക്കാനുള്ള സാധ്യതയും ഫ്രിംപോങ് റൈറ്റ് ബാക്ക്. അപ്പൊ അവര് കോംപ്ലിമെന്റ് ചെയ്യും. സല വിട്ട് കീപ്പ് ചെയ്യുക, സലയല്ല ഫ്രിംപോങ് വിട്ട് കീപ്പ് ചെയ്യും. സല ഉള്ളിൽ കളിക്കുന്ന ഒരു അവസ്ഥ ആണ് ഇനി വരാൻ സാധ്യത. നോക്കാം. I kind of completely agree to that. എനിക്ക് തോന്നുന്നത് അജ്മൽ പറഞ്ഞു. സല ആക്ച്വലി ഈ വേണമെങ്കിൽ എക്കിട്ടിക്കിയുടെ കൂടെ ഫ്രണ്ടില് ഒരു 2 ഫോർവേഡിലുള്ള കൂടെ കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പം ചില ഗെയിംസിൽ ഇതേപോലെ 4-3-3 പോണെങ്കിലും സല ആൻഡ് ഫ്രിംപോങ് നമ്മുടെ ഫസ്റ്റത്തെ ലീഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അത് ആ കോമ്പിനേഷനിലാണ് ലീഗ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ മറ്റേ പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് കളിയിലും ബോൺമൗത്തിനെതിരെയും ഇവർ രണ്ടുപേരാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് വർക്ക് ആവും. ബിക്കോസ് സല ഇപ്പം ഇത്രയും ഒരിപ്പം ഈ ലേറ്റർ ഇയേഴ്സ് ഓഫ് കരിയർ വന്നപ്പോ തന്നെ കുറച്ച് ടേക്ക് ഓൺ അബിലിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല പ്രൈം ഡിഫൻഡേഴ്സ് ഒക്കെ എതിരെ വരുമ്പം സല ആക്ച്വലി ആ 1-on-1-ലൊക്കെ അങ്ങനെ എല്ലാ ബാറ്റിലൊന്നും അങ്ങനെ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ ന്യൂനോ മെൻഡസിന്റെ എതിരെ PSG-നെതിരെ കളിക്കുമ്പോഴൊക്കെ കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേഡ് ആയിരുന്നു. അപ്പം ആ വിങ്ങില് ആക്ച്വലി ഒരു അനദർ പ്ലെയർ ടു യുനോ ഡിഫൻഡറിനെ ടേക്ക് ഓൺ ചെയ്യാനുള്ള ഒരു പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ആ വിങ് തന്നെ കംപ്ലീറ്റ്ലി ഓവർലോഡ് ചെയ്ത അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ഫ്രിംപോങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മളിങ്ങനെ ട്രെൻഡിനെ പറഞ്ഞു, പക്ഷെ ഓബൻ പറഞ്ഞ പോലെ ട്രെൻഡ് നാച്ചുറലി അറ്റാക്കിങ് ഇൻസ്റ്റിങ് ഉള്ള പ്ലെയർ ആയതുകൊണ്ട് അണ്ട് കേറിപ്പോവും. പക്ഷെ ട്രെൻഡിന്റെ ഇടക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇറങ്ങി വരാനൊക്കെ കുറച്ച് മടിയൊക്കെ കാണിക്കാറുണ്ട്. അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളി ഇങ്ങനെ ഇറങ്ങി വരാറില്ല. പക്ഷെ അത് ആകെ കുറച്ച് കളിയെ ഫ്രിംപോങ് ലിവർപൂളിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ടത് വെച്ചതില് പുള്ളിക്ക് ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്ട് ഉണ്ട്, തിരിച്ചു വരാനുള്ള ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്ട് ഉണ്ട്. എന്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഒരു എക്സ്പ്ലോസീവ് പേസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ പുള്ളിയുടെ മിനിറ്റ്സ് മാനേജ് ചെയ്തില്ലെങ്കിൽ പുള്ളിയുടെ ഹാംസ്ട്രിങ് വീണ്ടും പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് സീസൺ എൻഡ് വരെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു കോമ്പിനേഷനുള്ള സ്കോപ്പ് ഉണ്ട് ടീമിൽ. ഐഡിയലി അതായത് ഈ സ്ലോട്ട് ഇനിയൊരു 4-4-3 പെട്ടെന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അയാളിപ്പോ ആലോചിക്കുന്നത് ഈ ഒരു ഡിഫെൻസീവ് ഇപ്പൊ ഉള്ള വോട്ടെവർ സ്റ്റെബിലിറ്റി, ഈ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഓഫ് നോട്ട് കൺസീഡിങ് ഗോൾസ് ഇസ് വർക്കിംഗ്. സോ അവിടുന്ന് ഒരു 4-3-3 പോയാല് ചാൻസ് ഇല്ല. അവിടെയാണ് അജ്മൽ പറഞ്ഞതും സുദീപ് പറഞ്ഞ ഞാൻ അഗ്രി ചെയ്യുന്നത്. കാരണം ഈ ഫോർമേഷനിൽ സലയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു പൊസിഷൻ ഫോർവേഡാണ്. ആൻഡ് ഇസാക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടെ 2 സ്ട്രൈക്കേഴ്സ് നമുക്ക് എന്തായാലും വേണം. ബക്കിറ്റിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോ ഈതർ ടുഗെദർ ഓർ 1 of 2.
അവിടെയാണ് ഈ സല ബെഞ്ചിലാവുമ്പോഴുള്ള പ്രശ്നം വരുന്നത്. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രണ്ട് ടൂല് നമ്മൾ എക്കിറ്റിക്ക് എക്സൽ ചെയ്തുള്ള കാര്യം ക്രിസ് പറഞ്ഞു മർമൂഷിന്റെ കൂടെ. അതുപോലെ തന്നെ സലയും റോമയില് എഡിൻജക്കോന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മോറോവർ നമ്മള് എക്കിറ്റിക്കിന്റെ സ്റ്റൈല് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു ലാസ്റ്റ് മാനിൽ മാത്രം നിൽക്കുന്ന ഒരു പ്ലെയർ അല്ല, ഒരു പ്യുവർ നമ്പർ 9 അല്ല. ഇറങ്ങി വന്ന് ബാക്കി പ്ലേയേഴ്സിനൊക്കെ കളിപ്പിക്കാൻ ഒരു സ്കോപ്പ് ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പം സലനെ പോലെ പ്ലെയറിന് എന്തായാലും സുഖമായിട്ട് എക്കിറ്റിക്ക് ഒരു പ്രൊഫൈലിലെ പ്ലെയറെ കൂടെ കളിക്കാൻ പറ്റും. പിന്നൊരു പോയിന്റ്, എക്കിറ്റിക്ക് ഇസ് ലെഫ്റ്റ് ഇൻക്ലൈൻഡ്, സല ഇസ് റൈറ്റ് ഇൻക്ലൈൻഡ്. അപ്പൊ ആക്ച്വലി ഫോർവേഡ് ആണെങ്കിലും ബോത്ത് ക്യാൻ കം മിഡിൽ വരികയും ചെയ്യാം. ആൻഡ് നമ്മുടെ വേർഡ്സിന് ക്യാൻ ബി സംവൺ വിത്തിൻ ദ ഹോൾ. സോ ഇറ്റ് കുഡ് വർക്ക്. നമ്മുടെ അത്ര ബുദ്ധിയൊന്നും സ്ലോട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്കിത് പറയാതല്ലാണ്ട്. ഓഫിന് എന്താണ് എന്താ പറയാമെന്ന്? അല്ല, ആക്ച്വലി വിച്ച് ഷുഡ് വർക്ക് ആണ്. നമ്മള് എന്താ പറയാ, ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ മുതൽ ഇസാക്കിനെ സൈൻ ചെയ്ത മുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം അതാണ്. വി ക്യാൻ പ്ലേ 2 at the top, വേർഡ്സ് ആസ് എ 10. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ആ ഫ്രണ്ടിൽ വിഡ്ത്ത് കുറയും, നാരോ ആവും. അപ്പൊ ആ വിഡ്ത്ത് തരാൻ പറ്റുന്ന 2 പ്ലേയേഴ്സ് ആരാന്ന് ചോദിച്ചാല് ദാറ്റ് ഇസ് അവർ ഫുൾ ബാക്സ്. രണ്ടാൾക്ക് ബാക്കിൽ നിൽക്കാൻ അവര് താല്പര്യമൊന്നുമില്ല. അപ്പൊ നാച്ചുറലി അവർക്ക് വിഡ്ത്ത് തരാൻ പറ്റും. ഇവിടെ ഒൺലി പ്രോബ്ലം ഇസ് ഹൂ വിൽ ലുക്ക് അറ്റ് ആഫ്റ്റർ ദ ഡിഫൻസ്. നമ്മൾ ആദ്യം ഇനീഷ്യലി വിചാരിച്ചത് 2 സെന്റർ ബാക്കും ഗ്രാവൻബെർച്ചും ആയിരിക്കും എന്നുള്ളതാണ്. ഓഗസ്റ്റ് പകുതിയാവുമ്പോൾ പറഞ്ഞില്ലേ എന്നോട് സ്ലോട്ട് പറഞ്ഞ് മുന്നോട്ട് പോവാൻ, ഞാൻ മുന്നോട്ട് പോവാണ്. ഇതുവരെ തമാശ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ ഇൻഗ്രൈൻഡ് ആയതുകൊണ്ടാണ് ഈ സിസ്റ്റമാണ് ക്ലോപ്പ് കളിച്ചത്. അറ്റാക്കിംഗ് ഫുൾ ബാക്സ്, ഒരു ഡിഫെൻസീവ് മൈൻഡഡ് ആയ മിഡ്ഫീൽഡ്, ഫെർമിനോ ആസ് എ ഫാൾസ് 9 or a 10 എന്നൊക്കെ പറയാം, ആൻഡ് 2 people അറ്റാക്കിംഗ്. ഇവിടെ നമ്മൾ നമ്പർ 9 ആയിട്ട് പറയുന്നുള്ളൂ. ഒരു 4-3-3യുടെ വേറൊരു സാധനല്ലേ ഇപ്പത്. നമ്പർ 9 ആയിരുന്നല്ലോ ഒരു കാലത്തും. അത് അങ്ങനെ വിഡ്സ് നമ്പർ 9 അല്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ കളിക്കുന്ന ഓപ്ഷൻ നമുക്ക് ഇല്ല ഇപ്പോഴും. ഞാൻ അത് വ്യത്യാസമുണ്ട്. ക്ലോപ്പ് കളിച്ചു തരുന്നത് 3 മിഡ്ഫീൽഡേഴ്സ് അങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല, അവര് ഡിഫെൻസീവായിട്ട് നിൽക്കുന്നവരാണ്. ബാക്കി അതാണ് ഫുൾ ബാക്സ് അറ്റാക്ക് ചെയ്ത് പോയിരുന്നത്. ക്രിസ് പറയാൻ നോക്കുന്നത് അത് നമ്മളെ ഫ്രണ്ട് 3 ആണെങ്കിലും സെന്ററിൽ കളിക്കുന്ന ആള് കുറച്ച് ഇറങ്ങി വരികയാണെങ്കിലും വൈഡിൽ 2 ആൾക്കാർ കുറച്ച് ഇൻസൈഡ് കളിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഡയമണ്ട് സ്റ്റൈൽ അല്ലേ എന്നാണ് ക്രിസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫെർമിനോ കളിച്ചിരുന്ന പൊസിഷൻ കുറച്ചും കൂടി ഡീപ്പറായി. നമ്മുടെ എന്ത് വന്നാലും നമ്മുടെ ഗ്രാവൻബെർച്ചും മെക്കാലിസ്റ്ററും സൊബോസ്ലൈ ആർ മോർ ഓർ ലെസ് ഇപ്പൊ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ്. അവരധികം വെഞ്ചർ ഔട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. സ്ലോട്ടിന്റെ മിഡ്ഫീൽഡ് പോലെ കഴിഞ്ഞ സീസൺ പോലെ ഗ്രാവൻബെർച്ച് ഓൾസോ ഇസ് നോട്ട് എ സിറ്റിംഗ് നമ്പർ 6 എനിമോർ. പുള്ളിയും കയറി വരുന്നുണ്ട്. സോ ബേസിക്കലി 3 midfielders are doing the covering for your full backs and you have 3 forwards. Words if you consider. അല്ല ഈ പറഞ്ഞേ കഴിഞ്ഞ മാച്ചിൽ ഒരു കാര്യം പറഞ്ഞതായിട്ട് വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ മാച്ചുകളിലൊക്കെ സൊബോസ്ലൈയുടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സൊബോസ്ലൈ ബോക്സിന്റെ ഉള്ളിൽ പോകണം, അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം കളിച്ചപ്പോ ഈ ഫ്രണ്ട് ഫോറിന്റെ താഴെയാണ് സൊബോസ്ലൈ കളിച്ചത്. സൊബോസ്ലൈയും പിന്നെ മെക്കാലിസ്റ്ററും അവർ രണ്ടുപേരാണ് ആ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ സൊബോസ്ലൈക്ക് കഴിഞ്ഞ മാച്ചിൽ കുറെ സ്പേസ് കൂടുതൽ കിട്ടി. അതാണ് ആ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ആ ഗോൾ അടിച്ച ഒന്നും അല്ല, ഇതിനും അതും വേറെയും ഷൂട്ട് ചെയ്യാനും അവിടെ ഫ്രീ കിക്ക് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു, അവിടെ ഫൗള് വന്നതും. ഇപ്പൊ സൊബോസ്ലൈക്ക് പന്ത് കുറച്ചും കൂടിയും മൂവ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ പൊസിഷനിലേക്ക് ഇപ്പോ ഈ മാൻസ്ലി മാച്ചിൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു വന്നത്. അതുകൊണ്ടാണ് കവർ ചെയ്യേണ്ടി ബാക്കിലേക്ക് പോയിട്ട് അവിടെ മിസ്റ്റേക്ക് വന്നത്. അതുകൊണ്ട് അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയാ സൊബോസ്ലൈക്ക് നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസം ഇപ്പൊ സ്ലോട്ട് കഴിഞ്ഞ മാച്ചിൽ കൊണ്ടുവന്നു. അത് ചിലപ്പോ ഈ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ലോ ബ്ലോക്ക് ഡിഫൻസുകള് ബ്രേക്ക് ചെയ്യുന്നതിൽ ഒരു വലിയ ഒരു
മുതൽക്കൂട്ടാവും അത്. സുബോസ്ലൈക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യും. പ്ലേയിങ് സ്റ്റൈലും പ്ലേയിങ്ങിന്റെ പേസും അല്ലെങ്കിൽ കൂടെ ഐ തിങ്ക് സ്ലോട്ട് ഇസ് കൈൻഡ് ഓഫ് മൂവിങ് ടുവേർഡ്സ് what Klopp was doing. ഇപ്പോഴത്തെ ഒരു ഈ മിഡ്ഫീൽഡ് എസ്പെഷ്യലി ഗ്രാവൻബർച്ചും സോബോസ്ലൈയും മെക്കാലിസ്റ്ററിനെയും കാണുമ്പോൾ ഐ എം ആക്ച്വലി സീയിങ് യുവർ വൈനാൽഡം, ഹെൻഡർസൺ ആൻഡ് മിൽനർ. ബിക്കോസ് അറ്റാക്കിംഗ് വൈസ് അവർ ഒന്നും ചെയ്യുന്നില്ല. ഐ എം നോട്ട് സെയിങ് സ്റ്റൈൽസ് ആർ സിമിലർ, ബട്ട് ഓൾ ഓഫ് ദം ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഡിസംബർ തൊട്ട് ഇന്ന് വരെയുള്ള മാച്ചസിൽ ദ മിഡ്ഫീൽഡ് ഇസ് ടെക്നിക്കലി is a second line of defense എന്ന് പറയാൻ വേണമെങ്കിൽ, third line of defense after goalkeeper mid. ഫ്രിംപോങ് വന്നതിന് ശേഷം എസ്പെഷ്യലി. പക്ഷെ അത് ഇപ്പം സ്റ്റൈലെന്ന് ഞാൻ അതിനെ കോൺട്രഡിക്ട് ചെയ്യണം. എന്താന്ന് വെച്ചാല് ഇവര് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കമ്പാരിസണിൽ പറയാൻ പറ്റും. അതായത് ഡീപ്പായിട്ട് പൊസിഷൻ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ള അങ്ങനെ ആർഗ്യുമെന്റില് ഓക്കെ ഫൈൻ. പക്ഷെ ഒരു ബോള് ക്ലോപ്പിന്റെ മിഡ്ഫീൽഡ് ഒരു ബോള് ലൂസ് ചെയ്യുമ്പം കാണിക്കുന്ന ഒരു റിയാക്ഷനും നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് കാണിക്കുന്ന റിയാക്ഷനും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പം നമ്മള് ഒരു ബോള് ലൂസ് ചെയ്താൽ ഒന്ന് തിരിച്ച് മേടിക്കാൻ കുറെ ടൈം എടുക്കുന്നുണ്ട് ഇപ്പം. അത് പണ്ടത് അങ്ങനെയല്ലായിരുന്നു. അത് കിട്ടുന്നവരെ ഹണ്ട് ചെയ്തിട്ട് ബോള് തിരിച്ചെടുക്കുമായിരുന്നു. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റൈൽ പ്ലെയർ ഇതേപോലെ ഈ സിറ്റിംഗ് പ്രൊഫൈലിൽ വരികയാണെങ്കിൽ ഐ തിങ്ക് ടീമിന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഒരു പ്ലെയർ ഇപ്പൊ മിസ്സിംഗ് ആണ്. ഫബീനിയോനെക്കാളും കുറച്ചും കൂടി അജൈൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ഒരു ജിനി ഒരു മോൾഡ് പ്ലെയർ കിട്ടുകയാണെങ്കിൽ ക്രിസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കണില്ല ആക്ച്വലി. കാരണം നമ്മൾ അങ്ങനെ 3 മിഡ്ഫീൽഡേഴ്സ് താഴെ വന്ന് അവർ കവർ ചെയ്യുന്ന രീതിയല്ല നമ്മുടെ 2 മിഡ്ഫീൽഡേഴ്സ് താഴെ നിൽക്കുള്ളൂ. ബാക്കിയുള്ളവരിപ്പോ നമ്മൾ പല സമയത്തും പൊസിഷനിൽ കാണുന്നത് ഒരു 2-2-6 പോലെയാണ്. ഒരു 4 പേര് മറ്റേ ബോക്സിന്റെ അവിടെ വൈഡ് ആയിട്ട് 2 ഫുൾ ബാക്സ് നിൽക്കുക. അങ്ങനെയുള്ളത് നമ്മുടെ മിഡ്ഫീൽഡില് 2 പേരൊക്കെ മിക്കവാറും ഉണ്ടാവുള്ളൂ. അതാണ് പലരും പ്രശ്നം പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടി ഫ്രണ്ടിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഒരു ക്ലോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയല്ല. അത്ര ആൾക്കാർ ബോക്സിലേക്ക് പോകുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടായിരുന്നില്ല. ക്ലോപ്പ് കുറച്ചും കൂടി ആ പന്ത് പോകുന്ന സ്ഥലങ്ങളായി മിഡ്ഫീൽഡ്, പന്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അവിടെ ആൾക്കാരെ വെച്ചിട്ട് ഈ അജ്മൽ പറഞ്ഞില്ല പെട്ടെന്ന് പ്രസ് ചെയ്ത് പന്ത്. അപ്പൊ നമ്മൾ അവിടെ ആൾക്കാരെ നിറച്ചിരുന്നത് പന്ത് എളുപ്പം പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മിഡ്ഫീൽഡിൽ പന്ത് ലൂസ് ചെയ്യും ഓപ്പോണൻസ്. അവിടെ പെട്ടെന്ന് പ്രസ് ചെയ്ത് ആ പന്ത് പിടിച്ച് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ 3 മിഡ്ഫീൽഡർ അവിടെ നിന്നിരുന്നത്. പക്ഷെ ഇതില് നേരെ അപ്രോച്ച് ഡിഫറെന്റാ. അപ്രോച്ച് നേരെ പന്ത് പരമാവധി ബോക്സിലേക്ക് എത്തിക്കുക എന്നുള്ള, അതായത് പ്രസിംഗ് ടീമിൽ നിന്ന് പൊസിഷൻ ടീമിലേക്ക് മാറിയതിന്റെ ഒരു വ്യത്യാസമാണ്. അതുണ്ട്. ഉണ്ട്. പക്ഷെ അഗൈൻ എന്താ പറയാ, സോർട്ട് ഓഫ് ഡിസഗ്രി വിത്ത് ഓൾ ത്രീ ഇൻ എ വേ. നമ്മളൊന്ന് പ്രസിംഗ് ടീം അല്ല, ദാറ്റ് ഐ അഗ്രി വിത്ത് അജ്മൽ. നമ്മൾ പൊസിഷൻ ആണ്, വി ഡോണ്ട് റൺ മച്ച്. ബോൾ കൈമ കിട്ടിയ മറ്റേ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് വരുന്നു, തിരിച്ചങ്ങനെ തന്നെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ അത് നടക്കുന്നു. ക്ലോപ്പിന്റെ ഇതെല്ലാം അൺടിൽ വി റീച്ച് ഫ്രണ്ട് ത്രീ, ഫ്രണ്ട് ത്രീയിലേക്ക് എത്തുന്നത് വരെ ദർ ഇസ് നോ റിസ്കി പാസ്. അതായിരുന്നല്ലോ ഈ ജിനി, മിൽനർ, ഹെൻഡർസൺ, ഫാബീനിയോ എല്ലാവർക്കും ഉള്ള ക്രിറ്റിസിസം ആ സമയത്ത്. അവർ മിഡ്ഫീൽഡേഴ്സ് ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അവരെ ഹോൾ പണി തന്നെയായിരുന്നു ഷോർട്ട് പാസ് ആണെങ്കിൽ ഷോർട്ട് പാസ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്ലേയിങ് ഇറ്റ് സേഫ്. അതല്ലേ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അതല്ലേ അല്ലല്ലോ. ഇപ്പൊ റൈറ്റ് നൗ വാട്ട് ഹാപ്പൻസ്, ആ ഡിഫൻസ് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ ഹൂ ഈസ് പ്ലേയിങ് സേഫ്? നമുക്ക് ഏറ്റവും കൂടുതൽ ബോൾ മിസ്സാവുന്നതും കൗണ്ടർ വരാനുള്ള ചാൻസ് കിട്ടുന്നതും കാരണം എന്താ വെച്ചാൽ വി ആർ ട്രൈങ് സംതിങ് വെരി തിങ്. ഇറ്റ്സ് വെരി വിയേർഡ് ആണ് അത്.
വർക്ക് ആകുന്നില്ല, പല സമയത്തും വർക്ക് ആകുന്നില്ല. ആൻഡ് വെൻ ഇറ്റ് ഡസൻ വർക്ക്, ഇപ്പൊ ഗ്രാം വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു, മുന്നോട്ട് പോകുന്ന ബോൾ മിസ്സാവുന്ന വിചാരിച്ചിട്ടല്ലോ. ഐ ക്യാൻ റൺ സംവെയർ, സംബഡി വിൽ ഫൈൻഡ് മീ എ പാസ് വെൻ ഐ എം ബീങ് ദ അഡീഷണൽ റണ്ണർ. ഞാനൊരു എക്സ്ട്രാ റണ്ണറായിട്ട് പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും ബോൾ തരും, റിസ്കി പാസ് തരും, അത് ഞാൻ കൊണ്ട് മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിച്ചിട്ടാ പോകുന്നത്. എന്നിട്ട് നമ്മൾ അവിടുത്തെ റിസ്ക് എടുക്കാൻ നോക്കുന്നു, അതൊരു ഒപ്പോണന്റ് കാലിൽ കിട്ടിയാൽ തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. അവിടെ 2 സെന്റർ ബാക്ക് അല്ലാത്ത വേറൊരു മനുഷ്യൻ ബാക്കിലില്ല. പക്ഷെ നമ്മളെല്ലാ കളിയും വെച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് വെരി സെൻട്രൽ. ആ നടു അങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താല് നമ്മളെ കളി തീർന്ന്. പക്ഷെ ആ സെൻട്രൽ പോകുന്നത് വേർഡ്സിനെ കളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, ബൈ ഡിസൈൻ. നമ്മൾ പണ്ട് വിങ്ങിലും ഗാക്പോനും സലയ്ക്കും എല്ലാം ഇങ്ങനെ പോലെ. ഇപ്പം ഗെയിം ഇസ് ബിക്കമിങ് നാരോ ആൻഡ് ദാറ്റ് ഇസ് വൈ നമ്മുടെ ഈ ഫ്രിംപോങ്ങും കെർക്കേസ് ആർ ഡൂയിങ് ബെറ്റർ ഓൾസോ അല്ലേ. സത്യം പറഞ്ഞാൽ എത്രത്തോളം സെൻട്രലിലേക്ക് ആളെ കൊണ്ടുവരുന്നോ, വിച്ച് മീൻസ് വിങ് ആർ ഗെറ്റിംഗ് ഫ്രീ. പക്ഷെ അവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ട്രൈങ് റിസ്കിയർ പാസ്. പൊസിഷൻ ഉണ്ടെങ്കിലും വി ആർ ട്രൈങ് റിസ്കിയർ പാസ് ഇൻ ദെയർ ഹാഫ്. തുടങ്ങുമ്പോൾ നമ്മൾ ഇൻ അവർ ഓൺ ഹാഫ് ചെയ്തുകൊണ്ടായിരുന്നു. റിസ്കി പാസ് ഒന്നും ചെയ്യുന്നില്ല നമ്മള് ക്ലോപ്പിന് ടൈം എടുക്കുന്ന ഒരു ഹാഫ്, ഒരു 50% ചാൻസ് ഓഫ് കൺവേർഷൻ ഉള്ള പാസസ് ഒന്നും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന പോലില്ല. അതാ പറയുന്നത്. ബിക്കോസ് ക്ലോപ്പ്, ഞാൻ അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാല് ക്ലോപ്പിന്റെ സിസ്റ്റം അലൗഡ് അസ് ടു ഫെയിൽ. അതാണ് അതിന്റെ മെയിൻ റീസൺ. ഫെയിൽ ചെയ്താല് തിരിച്ച് പെട്ടെന്ന് ബോൾ പിടിച്ചെടുക്കാനുള്ള സിസ്റ്റം ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. അപ്പൊ പ്ലേയേഴ്സിന് അത് 1-2 പാസ് മിസ് പാസ് ആയാലും കുഴപ്പമില്ല, ബിക്കോസ് അവർക്ക് അത് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ബോൾ തിരിച്ചു വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു ഫ്രീഡം ഇല്ല. തിരിച്ച് ബോൾ കൗണ്ടറിന് പോയാൽ തിരിച്ച് കാലിൽ കിട്ടാൻ കുറെ ടൈം എടുക്കും. ആ ഒരു ഫിയറിലാണ് ഇവര് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പക്ക ഷുവർ ആയിട്ടുള്ള കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പാസസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് അത് കറക്റ്റ് ആണ്. ഈ കളി നമ്മള് ടോപ്പിന്റെ ടൈമില് വി യൂസ് ടു ഗോ ഇൻ ബിഹൈൻഡ്. ഇപ്പം വി ഓൾവേസ് പ്ലേയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡിഫൻസ്. നമ്മളിങ്ങനെ ടിങ് 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 ആ 18 യാർഡ് ബോക്സ് ഏരിയയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. നമ്മള് ഏതോ ടോപ്പിക്കിലേക്ക് എത്തിപ്പോയി. കളിയെ കുറിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. എനിവേ, കാരബാവോ കപ്പിന്റെ സെമിഫൈനൽ ഉണ്ടായിരുന്നു ആൻഡ് ആർസണൽ ബീറ്റ് ന്യൂ Chelsea managers team again. ഒരു സെറ്റ് പീസ് ഗോൾ ആയിരുന്നു തുടക്കട്ടത് ബെൻ വൈറ്റിന്റെ. അപ്പോ അത് കഴിഞ്ഞു. സിറ്റി കൺവിൻസിംഗ്ലി ബീറ്റ് ന്യൂകാസിൽ. ന്യൂകാസിൽ 2-0. It was a okay game. Like result. So കാരണം സെക്കൻഡ് ലെഗിൽ ഐ ഡോണ്ട് തിങ്ക് ന്യൂകാസിൽ ക്യാൻ കം ബാക്ക് ആൻഡ് സ്കോർ 3 unanswered. സിറ്റിയുടെ കാര്യം പറയുമ്പോൾ സിറ്റിയിലെ അവര് സെമന്യോന്റെ സൈനിങ്, അതൊക്കെ ആദ്യത്തെ 2 കളി FA കപ്പിലും ഗോളടിച്ചു, കാരബാവോ കപ്പിലും ഗോളടിച്ചു, 2 ഗോളേ. അപ്പൊ അവരുടെ ആ സൈനിങ് ഓൾറെഡി ഹിറ്റായി. നമ്മൾ ആദ്യം ഇത്രയും ഈ കളി കളിപ്പിക്കുന്നു വിചാരിച്ചില്ല തുടങ്ങുമ്പോ തന്നെ. പക്ഷെ 2 കളിയും കളിച്ചു. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അടുത്ത പ്രീമിയർ ലീഗ് മാച്ചുകളും കളിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇനി നമ്മളിപ്പോ ഈ സിറ്റിന്റെ കേസിൽ നമ്മൾ ആദ്യം ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇറ്റ്സ് ഹാലൻഡ് ഓർ നത്തിങ്. ഫോർഡന്റെ ഒരു പേർപ്പിൾ പാച്ച് ഒഴികെ അതേ പറഞ്ഞോണ്ട് സാധനല്ലേ പേർപ്പിൾ അല്ല ഹാലൻഡ് ഓർ നത്തിങ് എന്നുള്ളത്. അതിൽ നിന്ന് ഒരു മാറ്റം ഇപ്പൊ സെമന്യോന് കൊണ്ടുവരാൻ പറ്റും. കാരണം ഹാലൻഡ് ഈ വർഷം ഡ്രോപ്പ് ആവുന്നുണ്ട്, വിച്ച് മീൻസ് സംബഡി എൽസ് ഹാസ് ടു റൺ. സെമന്യോ ഓടും, ഡോക്ക് ഓടുന്നുണ്ടായിരുന്നു, പക്ഷെ ഡോക്ക് ഓടി കഴിഞ്ഞിട്ട് അവിടെ വരെ തിരിച്ച് പിന്നെ ഒന്നുമില്ലാണ്ട് തിരിച്ചു വരലാണ്. ഗാർഡിയോള പറഞ്ഞെന്ന് പറഞ്ഞാൽ സെമന്യോ കഴിഞ്ഞ 2 സീസണായിട്ട് ബേൺമൗത്തില് കറക്റ്റ് ടൈമില് ലൈക്ക് നാച്ചുറൽ ആയിട്ട് ബോക്സിൽ അറൈവ് ചെയ്യുന്നുണ്ട്. അത് ഡോക്കുനെ പോലത്തെ പ്ലെയറിന് അവര് ആക്ച്വലി എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണം, ലൈക്ക് ഈ സിറ്റുവേഷനിൽ ഇവിടെ പോകണം. സെമന്യോന് അത് നാച്ചുറൽ ആണ്. പുള്ളി അത് ന്യൂകാസലിന് എതിരെ അടിച്ചുള്ള ഗോളുകൾ പുള്ളി അത് എടുത്ത് പറഞ്ഞായിരുന്നു. അവർക്ക് ലെറോയ് സാനയും സ്റ്റേർലിങ്ങും പോയതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രൊഫൈല് പ്ലെയർ ഇപ്പൊ സെമന്യോയിലാണ് കിട്ടിയതെന്ന്.
പക്ഷേ ഇതേ ഗാർഡിയോളന്റെ അണ്ടറിൽ കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്ത് ഒരു ഒമാർ മർമൂഷ് ഉണ്ടായിരുന്നു. വരുന്നു ഗോൾ അടിക്കുന്നു. അതിന്റെ തൊട്ട് മുന്നത്തെ സീസണിൽ അവർക്കൊരു ജൂലിയൻ ആൽവെറസ് ഉണ്ടായിരുന്നു. വരുന്നു ഗോൾ അടിക്കുന്നു. അത് ആദ്യത്തെ 6 മാസം ഉണ്ടാവും. പിന്നെ ഗാർഡിയോള both of them were technically your backups for Haaland. ഇവിടെ സെമെന്യോ കുറച്ചും കൂടി വൈഡ് ആയതുകൊണ്ട് he'll get more chances. അങ്ങനെ പറയുമ്പോൾ അവിടെ ഗ്രീലിഷിന്റെ എക്സാമ്പിൾ ഉണ്ട്. ഗ്രീലിഷ് വന്നിട്ട് കളിച്ച് പിന്നെ അവരെ കണ്ടിട്ടില്ല. സെമെന്യോ പെപ്പാണ് പഠിപ്പിക്കാൻ പോകുന്നത്, പെപ്പ് ജിന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത് നോക്കണം. ബട്ട് ആ ഒരു സിറ്റിയിൽ നിന്ന് ഈ ഒരു സിറ്റിയിലേക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. സിറ്റി അത്രയും പൊസിഷൻ ബേസ്ഡ് അല്ല. ഇപ്പോ they are trying a lot of new things. So that way they are different city. We have to talk about another highlight of the weekend for Liverpool fans was United losing to Brighton. ഒരു സീസണിൽ ഒരു ടീമിന് ഏറ്റവും കുറഞ്ഞ കളി 40 കളി കളിക്കാൻ പറ്റുള്ളൂ. യുണൈറ്റഡ് ഈ സീസൺ 40 കളി കളിക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഓഫ് കാരബാവോ കപ്പ് പോയി, ഫസ്റ്റ് റൗണ്ട് ഓഫ് FA കപ്പ് പോയി. ഇനി 38 ലീഗ് മാച്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇനി 18 കളിയോ കഴിഞ്ഞാൽ 18 ഇല്ല അല്ലെ, 17 കളി കഴിഞ്ഞ സീസൺ കഴിഞ്ഞു. വീണ്ടും ഒരു പ്രൊജക്റ്റും കൂടിയും വേറൊരു റീബിൽഡ് തുടങ്ങാനുള്ള ടൈമായി. യുണൈറ്റഡിന്റെ റീബിൽഡിനുള്ള റീബിൽഡ് ആണ് ഇപ്പോ. സമ്മറിലെ റീബിൽഡ് തുടങ്ങും. സമ്മറിലേക്ക് എത്താനുള്ള റീബിൽഡ് കളി കുറെ വ്യത്യാസം വന്നു. ഇപ്പോ ഇനിയിപ്പോ എന്തുണ്ടാവുന്ന സെസ്കോ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, മറ്റേ യുണൈറ്റഡ് DNA വിങ് പ്ലേ ഒക്കെ വന്നിട്ട് സെസ്കോന് ഗോൾ അടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയെന്ന് പറയുന്നുണ്ട്. കളി കണ്ടറിയാം. വെരി ഫോർവേഡ് മോട്ടിവേറ്റഡ് നമ്പർ 9 3 ഗോൾ അങ്ങനെ അടിച്ചപ്പോ 2 കളിയില്. പക്ഷെ നല്ല വൈഡ് ക്രോസ് വരുന്നു. ആ കൈൻഡ് ഓഫ് ഗോൾസ് ആണ്. സോ പ്ലേയിങ് സ്റ്റൈല് മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യുണൈറ്റഡിന് എങ്ങനെ നോക്കിയാലും ഇപ്പൊ കളിക്കാൻ ആൾക്കാരില്ലാത്ത അവസ്ഥയാണ്. എംബുമനിനി ലെഫ്റ്റിൽ കളിപ്പിക്കുമെന്ന് നോക്കാം. കാരണം ഇവരുടെ വിങ് പ്ലേ സ്റ്റൈലൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങനെയൊക്കെ കളിച്ചു വരും. യുണൈറ്റഡിന്റെ പ്രശ്നം ഒരു കാര്യം കൂടി, കുഞ്ഞെ അവര് റൈറ്റിലാ കളിപ്പിച്ച കഴിഞ്ഞ മാച്ചിലേ. അപ്പൊ ഇതുപോലെ എംബുമെ ലെഫ്റ്റിൽ കളിപ്പിച്ചു എന്ന് വരും. ഒരു 4-4-2 എന്നുള്ള രീതിയിലൊക്കെ കളിക്കുക. ബ്രൂണോ ഫെർണാണ്ടസ് ജസ്റ്റ് ബാക്കില് ഒരു നമ്പർ 9 ഒരു രീതിയിലോ അല്ലെങ്കിൽ ഫോൾസ് 9 പോലെ ഒക്കെ കളിപ്പിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 4-5-1 അവർക്ക് പ്രൊഫൈൽ ഇല്ല. അവർക്ക് മിഡ്ഫീൽഡേഴ്സ് ഇല്ല. അവർക്ക് ഈ 4-4-2 കളിച്ചു കഴിഞ്ഞാലും നടുവിൽ ഇടുന്ന 2 ആരാണ്? കസമീറും ബ്രൂണും വർക്ക് ആവൂല. അവർ ദേ വിൽ ഗെറ്റ് ഔട്ട് റൺ ഇൻ മിഡ്ഫീൽഡ്. അപ്പോ ഒരാളെ പറയുന്നത് ബ്രൂണോ അവിടെ കളിക്കാനല്ല, ബ്രൂണോ കേറി കളിക്കാനാ പറയുന്നത്. 4-3-3 ആയില്ലേ? ബ്രൂണോ കളിക്കാനാണ് സുദീപ് പറയുന്നത്. അതെ ബ്രൂണോ കുറച്ച് വലിഞ്ഞ് കളിക്കുന്നു. 4-5-1 2-3-1 ആകുമ്പോ വൈഡ് ഫോർവേഡ്സ് ആയി. ഇത് വൈഡ് ഫോർവേഡ്സ് ആയിട്ടല്ല, വിങ്ങേഴ്സ് ആയിട്ടാണ് ഇവര് കളിക്കുക. 4-5-1 എന്ന് പറയുന്ന ഒരു ഇനി ബ്രൂണോ ഇനിയിപ്പോ അവിടെ മാത്രമേ കളിക്കാനുള്ളൂ. അപ്പം ഇനി ചിലപ്പം 4-2-3-1 kind of works when Mbeumo and Cunha are back, because then Casemiro and Ugarte or Mainu, whoever can sit. അത് പക്ഷെ സുദീപ് പറയുന്നത് അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഇൻവേർട്ടഡ് വിങ്ങേഴ്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ പിന്നെ ആ ഫോർവേഡിനുള്ള സർവീസിന് ആ ടൈമൊക്കെ കുറച്ച് ഡിലേ വരും. അപ്പം അവര് അതിനെ മാക്സിമൈസ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. വിങ്ങേഴ്സ് ആയിട്ട് ഇവര് കളിക്കാന്ന്, അതാകുമ്പോ കറക്റ്റ് യുണൈറ്റഡ് DNA ആവും. അതാണ് എല്ലാവർക്കും ഇപ്പൊ യുണൈറ്റഡ് DNA ആണ് വേണ്ടത്, ഫാൻസിനായാലും. ഞാനൊരു കാര്യം പറയട്ടെ, യുണൈറ്റഡ് DNA എന്നൊക്കെ ചുമ്മാ പറയുന്നത്. ഞാൻ കാര്യമായിട്ട് പറയാം. ഈ ടെവേസും റൊണാൾഡോവും ധോണിയൊക്കെ എന്ത് DNA വെച്ച് കളിച്ചു? കളിക്കാൻ അറിയാം നോക്ക്, ഒരു കളിച്ചു. ഇവൻ DNA ക്ലാസ് ഓഫ് 92 റേഞ്ചിലേക്കാ പോകുന്നത്. ആ DNA ആണ്. നമ്മള് 2000s യുണൈറ്റഡ് വെരി ഫ്ലൂയിഡ്. റൂണി, ടെവേസ്, റൊണാൾഡോ, ബെർബട്ടോ, they were playing all over the place. അവർക്ക് ആ കാലഘട്ടത്തില് സ്ട്രൈക്കേഴ്സ് ഇഷ്ടം പോലെ ഉള്ള ടൈമാണ്.
അപ്പം ആൾക്കാരിപ്പം അത് വേണം എന്നൊക്കെ പറഞ്ഞാല് പിന്നെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ആര് നെക്സ്റ്റ് Anyway. മാനേജർ ആര് വരുന്നു നോക്കാം. ഗ്ലാസ്നർ വന്നാൽ വീണ്ടും 3 at the back ആവുമോ? ഇനി ചാബി അലോൺസോ പോവോ അടുത്ത പ്രോജക്റ്റ് അങ്ങോട്ട്? നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചില്ല. ചാബി അലോൺസോന്റെ സാക്കിംഗ്, എക്സ് ലിവർപൂൾ പ്ലെയർ ഗോട്ട് സാക്ഡ് ആൻഡ് അഗൈൻ അനദർ എക്സ് ലിവർപൂൾ പ്ലെയർ ടുക്ക് ഓവർ. ആർബലോവ ഫസ്റ്റ് കളി കോപ്പ ഡെൽ റേ അതിലേക്ക് പോവാ. FA കപ്പിന്റെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തിട്ട് FA കപ്പിന്റെ റൗണ്ട് അപ്പ്. എനിക്ക് വേറൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ഉണ്ടായത് ക്രിസ്റ്റൽ പാലസ് തോറ്റാണ് റെക്സാമിന്റെ അടുത്ത്. റെക്സാം 3-3 ഡ്രോ പിടിച്ച് പെനാൽറ്റിയില് അവര് ജയിച്ചു. റെക്സാമിന്റെ ഒരു സ്റ്റോറി ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞത്, റെക്സാം ആ ഒരു ഹോളിവുഡ് ടീമാണല്ലോ അവര്. മിക്കവാറും റയൽ റെനോൾഡ്സ് ഒരു ഫിലിം തന്നെ ഇറക്കും അയാൾ തന്നെ വെച്ചിട്ട്. അതെ അതെ അതെ, അതിന് നല്ല സാധ്യതയുണ്ട്. അങ്ങനെ അതായിരുന്നു സർപ്രൈസിങ് ഒരു റിസൾട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് മാക്സ്ഫീൽഡിന്റെ അതായിരുന്നു ക്രിസ്റ്റൽ പാലസ്. മറ്റേത് റെക്സാം ബോൺമത്തിന്. അത് അങ്ങനെയാണ്. മെക്കസ്ഫീൽഡിന്റെ സ്റ്റോറി നല്ലതായിരുന്നു. അവര് ചില റീലുകളൊക്കെ കണ്ടിരുന്നു. അവിടുത്തെ ലോക്കൽ ആൾക്കാര്, അവരുടെ ലീഗ് ടീം പോലും അല്ലല്ലോ. അപ്പൊ അങ്ങനെ ചില അവര് ഡ്രിങ്ക് ചെയ്ത് തരുന്ന സ്ഥലമൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് അവര് ഈ ടെലിവിഷൻ ഇതൊക്കെ ഉള്ള കാരണം അങ്ങനെയൊക്കെ ആണ് അവര് കളി കാണാൻ പോയത്. അവര് ഒട്ടും പ്രതീക്ഷയല്ലല്ലോ, അവര് എങ്ങനെ വെറുതെ ഫണ്ട് ഇതായിട്ട് പോയതാ. പക്ഷെ അവര് ഗോളടിച്ചു, ലീഡ് എടുത്തു. അപ്പൊ എല്ലാവരും ഭയങ്കര അത്ഭുതമായി. 2 ഗോൾ അടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഗോളെ പാലസ് തിരിച്ചടിച്ചുള്ളൂ. അങ്ങനെ ഒരു ഇതില് അവര് ഫാൻസ് ഫുൾ എൻജോയ് ചെയ്തൊരു മാച്ച് മെക്കസ്ഫീൽഡിന്റെ. എന്തായാലും അത് FA കപ്പിലെ ഒരു മെയിൻ സ്റ്റോറീസ് അതായിരുന്നു. ഇനിയിപ്പോ മാനേജർമാരുടെ അതിലേക്ക് പോവാം അല്ലേ? വേറെ എന്തെങ്കിലും സാക്കിംഗ് അർബലോ വന്നു, കോപ്പ ഡെൽ റേ പുറത്തായി. ഞാൻ മാച്ച് കണ്ടിരുന്നു, ബാർസ വേഴ്സസ് റയൽ ആക്ച്വലി. ആൻഡ് എന്താ പറയാ, മോർ ദാൻ ദ മാച്ച് എനിക്ക് തോന്നുന്നു അഗെയിൻ നമ്മൾ ചെൽസിയിലും യുണൈറ്റഡിലും പറഞ്ഞ പോലെ, ഐ തിങ്ക് ഈവൻ ദോ റിസൾട്ട്സ് വെർ നോട്ട് മെഡ്രിഡ് സ്റ്റാൻഡേർഡ്സ് ഓർ വാട്ട് എവർ, ഐ തിങ്ക് അല്ലെ ബാക്ക് റൂം പ്ലെയർ ലോസ്റ്റ് ഡ്രസ്സിംഗ് റൂം എന്നുള്ള വാക്കുകളായിരിക്കും പറയാം. ഐ തിങ്ക് 3 managers got sacked because of non results this season. I don't think Maresca nor നമ്മുടെ Amorim or Xabi lost their job because of the results as such. റയൽ എന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ബാക്കി യുണൈറ്റഡും ചെൽസിയും ഒരു പരിധി വരെ റിസൾട്ട് മാറ്റേഴ്സ് എന്നൊക്കെ പറയാം. പക്ഷെ റയലില് റിസൾട്ട് അല്ലല്ലോ, ആ സ്റ്റാർ സ്റ്റഡഡ് പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അവരെ കോച്ച് ചെയ്യാൻ പോയാൽ അവര് പുറത്ത്. ഇത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പൊ ആൻസലോട്ടി ഉണ്ടായ സമയത്തും സിദാൻ ഉണ്ടായ സമയത്തും അവരെ ടാക്ടിക്കൽ ബ്രില്യൻസ് കൊണ്ടല്ലല്ലോ അവരവിടെ പിടിച്ചിരിക്കുന്നത്. അവരെ മാനേജ്മെന്റ് സ്കിൽസ് അല്ലേ എല്ലാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കേണ്ട പോലെ കളിക്കാം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഐ വിൽ ഡ്രോ എ ലൈൻ എന്ന് പറഞ്ഞാൽ ഓക്കെ. അബി അലോൺസോ ഒക്കെ നീ അവിടെ നിന്ന് ഇങ്ങനെ ഓടണം, നീ ഇവിടുന്ന് ഇങ്ങനെ ഓടണം, നീ ഡിഫെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാല് ആര് കേൾക്കാനാ? എന്റെ ഇപ്പം വാട്ട്സ് ഹിസ് നെക്സ്റ്റ് ക്ലബ് City is a very good place for Xabi Alonso to build a project after Guardiola. Other than City, I can't see Liverpool ഇപ്പൊ സ്ലോട്ട് ഈ സീസൺ പോവാണെങ്കിൽ, ഇഫ് ദ റിസൾട്ട്സ് ഡോണ്ട് ഇംപ്രൂവ് ആൻഡ് ടോപ്പ് 4 പോവാണെങ്കിൽ, എനിക്ക് ഇപ്പോഴും Xabi Alonsoയിലേക്ക് പോവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം എസ്പെഷ്യലി വിത്ത് ഹിസ് പ്ലേയിങ് സ്റ്റൈൽ ആൻഡ് ഒരു സെക്കൻഡ് റീബിൽഡ്. പിന്നെ ഒരേ ഒരു ഇതുള്ളത് വേർഡ്സിന്റെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന മാനേജർ എന്ന രീതിയിൽ മേ ബി, ബട്ട് അതൊരു ക്രൈറ്റീരിയ ആയിട്ട് തോന്നുന്നില്ല. വേറെ ഒരു ഇത് കേൾക്കുന്നു പറഞ്ഞാ കമ്പനി ചിലപ്പം ബയേൺ വിട്ടിട്ട്, ആൻഡ് ജാബി അലോൺസോയും ബയേൺ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് നല്ല റിലേഷനിലാണ്. അങ്ങനെ റൂമേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് പിന്നെ ഓൾറെഡി പുള്ളി ബുണ്ടസ്ലീഗ ഒക്കെ അടിച്ചതാണ്. അപ്പം പിന്നെ ഇനി വീണ്ടും അങ്ങോട്ട് പോകുന്നുള്ളതും ഇറങ്ങില്ല എന്നാ പറഞ്ഞു. അവിടെയും ഈ ഡിബേറ്റ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സാബി പ്രീമിയർ ലീഗിലേക്ക് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അത് മാത്രല്ല, ആള് ഒരു
ഇപ്പൊ റയൽ മാഡ്രിഡിൽ ഒരു ഇത് കഴിഞ്ഞ് ആ ചാപ്റ്റർ കഴിഞ്ഞ ഒരു ലോങ് ടേം ഒരു വിഷനുള്ള ഏതെങ്കിലും ക്ലബിലേക്ക് പോകാനാണ് സാധ്യത. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉള്ളത്. അങ്ങനെ പ്രോജക്റ്റ് സിറ്റിക്ക് നമുക്കാണ് ഉള്ളത്. പക്ഷെ നമുക്ക് മാത്രമല്ല, ഇപ്പോ ഈ ചില ക്ലബ്സ് അടുത്ത സ്റ്റേജിലേക്ക് വരാൻ നിൽക്കുന്ന ചില ക്ലബ്സ് ഉണ്ട്. അതിലേക്ക് പോയി കൂടാന്ന് പറയാൻ പറ്റില്ല. അവിടെ ചിലപ്പോ പോവാം. ഇപ്പോ ഉദാഹരണം ഇപ്പോ പാരീസ്, അവർക്ക് പ്രോജക്റ്റ് ഉണ്ട്. ബോൺമത്ത് പ്രോജക്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ സ്പേഴ്സിന്റെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് റൂമേഴ്സ്. ആരെങ്കിലും വെറുതെ തമാശക്ക് പറഞ്ഞോണെന്ന് അറിയില്ല. സാബി ടു സ്പേഴ്സ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ ഹൈറ്റിംഗ് വന്നു. അത് നോക്കണ്ട. പിന്നെ ഇങ്ങനെയുള്ള പ്രീമിയർ ലീഗില് ഇതുപോലെയുള്ള ഏതെങ്കിലും ക്ലബിലേക്ക് പോയാൽ അത്ഭുതപ്പെടണം. ലിവർപൂൾ എന്തായാലും വേറെ സാധ്യതയില്ല. സ്ലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാ സാധ്യത. സ്ലോട്ടിന്റെ ഒരു പിന്നെ സിറ്റി നോക്കുന്നത് മെരസ്കയാണ്. ആൾക്ക് അവിടെ ക്ലബിനെ കുറിച്ച് അറിയാം ഓൾറെഡി. അപ്പൊ ഈവൻ പെപ് ഗാർഡിയോള തന്നെ അതിനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു മെരസ്ക. അപ്പോ അവിടെ ചാൻസ് കുറവാണ്. പറയാൻ പറ്റില്ല. ഇനിയിപ്പോ എങ്ങാനും ആഴ്സണലും ചാൻസ് ഇല്ല. ആഴ്സണലില് ആർട്ടറ്റ എന്തായാലും അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ആർട്ടറ്റ പോയാൽ തന്നെ അവര് നോക്കുക ഫാബ്രിഗസിനെയാണ്. ഫാബ്രിഗസിനാണ് അങ്ങോട്ട് വരാൻ. ലീഗ് മാനേജറൊക്കെ പുറത്താക്കുവോ? പുറത്താക്കില്ല. ചിലപ്പോ വേറെ പോയാലോ, ആർട്ടറ്റ വല്ല ബാഴ്സലോണയിലേക്കോ റയലിലേക്കോ ഒക്കെ പോയാലോ, പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ബയൺ മ്യൂണിക്കോ അങ്ങോട്ട് വേണമെങ്കിൽ പോവാലോ, പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ പറഞ്ഞതാ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു ഓപ്ഷൻ ന്യൂ കാസ്റ്റിലാണ്, ഒരു ഫാൻസി ഒരു ഓപ്ഷൻ. അത് ഈ പറഞ്ഞ പ്രോജക്റ്റ് ഒരു ബിക്കോസ് എഡി ഹൗവിന് കുറെ ഈ സ്കൈല് നിൽക്കുന്ന യുണൈറ്റഡ് ലെജൻസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര പൊക്കി പറയുന്നുണ്ട്. ഈ അടുത്ത് റോയ്ക്കീനും ഗാരി നെവിലൊക്കെ ഇംഗ്ലീഷ് കോച്ച് ആയതുകൊണ്ട് അങ്ങനെ പുകഴ്ത്തി പറയുന്നു. എഡി ഹൗവിന്റെ പ്രോജക്ട് ബോൺമൗത്തിലും ഇവിടെ ഒക്കെ വർക്ക് ചെയ്തതാണ്. പുള്ളി കുറെ യങ് ടാലൻസിനൊക്കെ വളർത്തിക്കൊണ്ടുവരും. അത് യുണൈറ്റഡ് ഫിലോസഫിനെ നന്നായിട്ട് യുണൈറ്റഡിന് പറ്റിയ ആളാണ് എഡി ഹൗ. അതെ. Xabi Alonso Newcastle പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ഐ തിങ്ക് Xabi Alonso's brother played for United. No, Bolton അല്ലേ അത്? I think Bolton. ബ്രദർ ന്യൂകാസ്റ്റില് നല്ല സാധ്യതയുള്ള അവരുടെ പ്ലേയേഴ്സ് ആയാലും അത് കുറച്ചും കൂടി പേഷ്യൻസ് ഉണ്ടാവുകയും ചെയ്യും. എഡി ഹൗവിന് ഇത്രയും കാലം അവര് സഹിച്ചെങ്കിൽ റിസൾട്ട്സ് ഇല്ലാണ്ടെയും ഇതൊന്നും ഇല്ലാണ്ടെയും നോക്കിയെങ്കിൽ എന്തായാലും അവിടെ കുറച്ച് സമയം കിട്ടും ഡെഫിനറ്റ്ലി. അപ്പൊ സാബിക്ക് അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും സാബി കൂടുതൽ താല്പര്യം കാണിക്കാൻ ചാൻസ്. ഓഫ് കോഴ്സ് ലിവർപൂൾ ഇല്ലാത്ത Anyway, I think it's time for us to move on to the topic of the day. It's too late. Liverpool versus Burnley on a Saturday, 3 p.m. kickoff for UK fans, 8:30 p.m. kickoff for Liverpool India fans. എന്താണ് ലിവർപൂൾ ബേൺലി മസ്റ്റ് വിൻ ഗെയിം? സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. തോക്കാൻ പറ്റില്ല, ബേൺലിയെ തോപ്പിച്ചേ പറ്റൂ. ഹോമിലാണ്, ആൻഫീൽഡിലാണ്. Win means will be cementing our position in top 4. Aston Villa are playing Everton this time, and Chelsea are playing Brentford, and also City United match ഉള്ളതുകൊണ്ട് യുണൈറ്റഡോ സിറ്റിയോ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ടോപ്പ് 4-ൽ സ്ഥാനം ഉറപ്പിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ. ലൈനപ്പ് ഓപ്പൻ പറയൂ. ഈ കുറച്ചു കാലത്തേക്ക് നമുക്ക് ലൈനപ്പിനെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആലിസൺ, ഫ്രിംപോങ്, കൊണാട്ടെ, വാൻഡൈക്ക്, കെർക്കസ്, ഗ്രേവി, സോബോസ്ലൈ, മെക്കാലിസ്റ്റർ ഓർ ജോൺസ് ഉണ്ട്. ഓക്കെ, മെക്കാലിസ്റ്റർ അല്ല, ജോൺസിനെ കുറച്ച് കാലമല്ലേ കണ്ടിട്ട്. അപ്പൊ ജോൺസ് ആയിരിക്കും. വേർഡ്സ്, എക്കിറ്റിക്കെ കഴിഞ്ഞില്ലേ? ഓറല്ല, അവർ രണ്ടുപേരും കളിക്കേണ്ടി വരും. അവര് തീർന്നില്ലേ? അതെ, വേറെ സർപ്രൈസസ് ഒന്നും ആ ടീമിൽ കാണണ്ട. സർപ്രൈസ് വരാൻ പറ്റുന്നത് സലയാണ് ലൈനപ്പില്. സല വരുന്നില്ല. ഗാക്പോ കളിക്കോ ഇല്ല, ഗാക്പോ കളിക്കോ ജോൺസ് കളിക്കോ, രണ്ടിലേതും ഒരാൾ കളിക്കും.
ഗാക്പോ സബായിട്ട് വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഒരു എക്കിട്ടിക്കിനെ ഒരു 60-70 മിനിറ്റ് ഒക്കെ കളിപ്പിച്ചിട്ട് നേരെ വലിച്ച് ഗാക്പോനെ കൊണ്ടുവന്നാൽ മതി. ഗാക്പോന്റെ ആ ഷാർപ്നെസ് ഒക്കെ അപ്പോഴൊക്കെ വരുള്ളൂ. ആർസണലിനെതിരെയൊക്കെ കുറച്ച് ഷോക്കായിരുന്നു. വേറെ ഈ മാച്ചിനെ കുറിച്ച് പറയാൻ വേറെന്താണ്, ഇതേപോലെ ഫ്രിംപോങ് ആക്ച്വലി പുള്ളിക്ക് പറ്റിയ ഗെയിമാണ്. ബേൺലി നന്നായി സിറ്റ് ബാക്ക് ചെയ്യും. അപ്പം പുള്ളിക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും. നന്നായി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. അതുപോലെ എക്കിട്ടിക്ക് നല്ല ഫോമിൽ നിൽക്കുകയാണ്. കളിക്കുന്ന എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ഗെയിംസ് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഗോളില്. അപ്പം എക്കിട്ടിക്ക് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്. എക്കിട്ടിക്ക് കാരണം ലാസ്റ്റ് മാച്ച് ബെഞ്ചിലായിരുന്നു. സോ he will start. Words will also start because he was on the bench. ആകെ സംശയം ഐ തിങ്ക് കർക്കേസിന് പകരം ചിലപ്പോൾ റോബർട്ട്സൺ കളിക്കുകയായിരിക്കും. അതൊരു ചേഞ്ച് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചേ ഉള്ളു, വേറെ ഒരു ചേഞ്ചും ഇല്ല. കർക്കസ് കുറച്ചും കൂടി റിസ്ക് എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പുള്ളി ഒട്ടും ചെറിയൊരു കാര്യം കണ്ടാൽ തന്നെ അപ്പൊ തന്നെ പുള്ളി ബോഡി നമ്മുടെ ഹാഫിലോട്ട് തിരിഞ്ഞിട്ടുള്ള സ്റ്റാൻസ് ആണ്. അപ്പൊ പുള്ളി ഈ റോബർട്ട്സൺ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ആണ്. ബോൾ കിട്ടുമ്പോ തന്നെ ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് കാരണം ഫസ്റ്റ് ടച്ചിൽ തന്നെ ആക്ച്വലി നമുക്ക് അത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കെർക്കസിന് അടുത്തന്നെ ഒരു ഒപ്പോണന്റ് വന്ന ഫസ്റ്റ് ടച്ച് തന്നെ നമ്മുടെ ബോക്സ് തിരിഞ്ഞിട്ടാണല്ലോ ഫസ്റ്റ് ടച്ച്. അവിടെ തന്നെ ആ കളി തീർന്നു. പിന്നെ കളി എന്ന് പറഞ്ഞാൽ തിരിച്ച് വാൻഡൈക്കിന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം പുള്ളി കുറച്ചും കൂടിയും സീസൺ പകുതിയായില്ലേ, അപ്പൊ ഏകദേശമൊക്കെ ലൈക്ക് നമ്മള് അത്യാവശ്യം സെറ്റിൽ ചെയ്യാനൊക്കെ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പുള്ളി കുറച്ചും കൂടിയും പുള്ളിയുടെ ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കളി സ്പീഡപ്പ് ആവണമെങ്കിൽ നമ്മുടെ വിങ് ബാക്സ് രണ്ടുപേരും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ കളി ഭയങ്കരമായിട്ട് സ്പീഡാവും. ഇത് ആ വിങ് ബാക്കിന്റെ ബോൾ കിട്ടിയിട്ട് അവർക്ക് ഫ്രണ്ടിലുള്ള ആളെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ കളി തീർന്നു. നമ്മുടെ മെയിൻ കളി നമ്മൾ ഇതുവരെ കുറെ വർഷങ്ങളായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ കുറെ കളി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ആ കംപ്ലീറ്റ് സാധനം പോയി. കഴിഞ്ഞ 2-3 കളിയായിട്ട് നമുക്ക് സ്ട്രൈക്കർ ഇല്ല. എന്നിരുന്നാലും കേക്കസിന് ആ ക്രോസ് ഫസ്റ്റ് മാൻ കടക്കുന്നില്ല. അവിടെ ആളുണ്ടോ ഇല്ലയോ, ബോൾ എത്തിയാലല്ലേ അതിന് ശേഷം അറിയേണ്ട ആവശ്യമുള്ളൂ. ക്രോസ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് മാൻ കടക്കുന്നില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ടഫ് ഗെയിം. എന്താ അറിയോ, കാരണം ബേൺലി ആർ ഗോണ പ്ലേ 6 at the back ബേസിക്കലി. അവരിരിക്കും 6 പേര് അവിടെ നിർത്തിയിട്ട്. അവരെ സംബന്ധിച്ചോളം ഡ്രോ ഇസ് എ ഗുഡ് റിസൾട്ട് ഈ ഒരു സമയത്ത്. അതെ, ആൻഡ് ബേൺലി ആർ ക്വൈറ്റ് ഗുഡ് ഓൺ കൗണ്ടേഴ്സ്. ഓക്കെ, ഞാൻ യുണൈറ്റഡ് ബേൺലി മാച്ച് കണ്ടിരുന്നു, 2-2 ഡ്രോ ആയ മാച്ചില്ലേ. they were really good in the ഒരു ക്വിക്ക് പാസിംഗും ലാസ്റ്റ് അവരുടെ ഫൈനൽ തേർഡില് നല്ല പാസിംഗും നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു അവരുടെ. സോ നമ്മൾ കൗണ്ടേഴ്സ് നോക്കണം. അതെ, കൗണ്ടേഴ്സ് ഷുഡ് ബി വെരി കെയർഫുൾ. കാരണം കൗണ്ടേഴ്സിൽ നമുക്ക് ചിലപ്പം പണി വരും. കഴിഞ്ഞ ബേൺലി ഗെയിം നമ്മള് നന്നായിട്ട് ലൈക് വെള്ളം കുടിച്ചാണ്. ലാസ്റ്റ് ഒരു പെനാൽറ്റി കിട്ടിയിട്ടാണ് നമ്മളത് അടിച്ചത്. പക്ഷെ ആ ടീമിന് കുറെ ഡിഫറൻസ് ഉണ്ട്. അല്ല, അത് മാത്രല്ല, അത് ബേൺലി അപ്പോ അവരുടെ ഫോമില് നല്ല ഫോമിൽ നിൽക്കുന്ന സമയം. അവര് ചാമ്പ്യൻഷിപ്പിന്റെ അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒരുപാട് കളി തോൽക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു ആ സമയം നമ്മൾ കളിച്ച സമയം. പക്ഷെ ഇതിപ്പോ നമ്മുടെ ലിവർപൂൾ ഹോം മാച്ച് ആണ്. മാത്രമല്ല ഇപ്പോ എക്കിറ്റിക്കെ വിഡ്സ് ഒക്കെ കുറച്ചും കൂടി കോമ്പിനേഷൻസ് നന്നായി വന്നു തുടങ്ങി. സോബോസ്ലൈ ഇറങ്ങി കളിക്കാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. ഫ്രിംപോങ്ങും ഒക്കെ കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാനുള്ള ഈ പറഞ്ഞ പോലെ സ്പേസ് വൈഡ് സ്ഥലത്ത് കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് 2 ഗോളിനൊക്കെ ജയിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 2-0 അല്ലെങ്കിൽ 3-0 മാർജിനിലൊക്കെ നമ്മൾ ജയിക്കും. അങ്ങനെ ഒരു മാച്ച് ആയിരിക്കും. മേ ബി ഐ വാണ്ട് എ ബോറിംഗ് 2-0. ബോർ അടിച്ചാലും കുഴപ്പമില്ല, ഒന്ന് ജയിച്ചു കിട്ടിയത്. അൺബീറ്റൻ റെഡ് കണ്ടിന്യൂ ചെയ്യും, അത് എനിക്കറിയാം. അങ്ങനെ ബോറിംഗ് ഇൻ ദ സെൻസ് എങ്ങനെയോ ഗോൾ അടിക്കാനല്ല, നമ്മള് 60 മിനിറ്റിൽ ഗോൾ അടിച്ചിട്ട് പിന്നെ ഷട്ട് ഷോപ്പ് ചെയ്തിട്ട് ഒന്ന്. കാരണം നമുക്ക്
അത് നമ്മുടെ മെയിൻ അതായത് സൊബോസ്ലൈ, വേർഡ്സ്, എക്കിറ്റിക്ക്, ഫ്രിംപോങ് ഇവർക്ക് 4 പേർക്കും കളിയിൽ നല്ല ടച്ചസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കളി കൺട്രോൾ ചെയ്യാം. പക്ഷെ ഇവരെല്ലാം ഷട്ട് ചെയ്തിട്ട് കർക്കസും കൊണാട്ടയും അതേപോലെ മെക്കാനിസ്റ്ററിനും കൂടുതൽ VVD, അതെ ഡെഫിനറ്റ്ലി VVD, അതേപോലെ ഇവര് കൂടുതൽ ടച്ചസ് എടുത്തിട്ട് ആ പൊസിഷൻ സ്റ്റാറ്റ്സ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ആ പൊസിഷൻ വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ കളി ടേൺ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിന് ബോൾ കാല് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പം അതായത് ഇപ്പോഴത്തെ പോസിറ്റീവ് ശരിക്കും അതാണ്. ദ ഗെയിം ഇസ് ഗോയിങ് ത്രൂ വേർഡ്സ് കളിക്കുമ്പോൾ പ്ലേയേഴ്സ് ആർ ഗിവിംഗ് ദ ബോൾ ടു വേർഡ്സ്, യു ഡു. ആ ഒരു ഫീലിംഗ് ഇപ്പൊ വന്നിട്ടുണ്ട്. അവൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്നിരുന്നാലും അവന് കാര്യമായി ചെയ്യാത്തതിന് കാരണം ഐ തിങ്ക് വി ആർ നോട്ട് മേക്കിംഗ് ദ റൺസ്. എനിക്ക് തോന്നുന്നു അജ്മൽ ഉദ്ദേശിച്ച പോയിന്റ് അതാണ്. എല്ലാവരും നിൽപ്പിലാണ്, ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് കളിക്കുന്നത്. പണ്ട് ഒരാളെ ബോൾ കിട്ടിയാൽ ഇപ്പുറത്തുനിന്ന് ഒരാൾ ഓടും, അപ്പുറത്ത് ഒരാൾ ഓടും ബോൾ റിസീവ് ചെയ്യാൻ. ഇപ്പൊ ഒന്നുമില്ല. എവറിബഡി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദിയർ ബാക്ക് 4 ഓർ ബാക്ക് 5 ഓർ ബാക്ക് 6. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ആകെ ആ ആർസണൽ കളിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ റോബോട്ട്സ് പിച്ചിലുണ്ടായിരുന്നു. ആകെ ഓടുന്നത് ഫ്രിംപോങ് ആയിരുന്നു. അപ്പം ശരിക്കും ആ ആർസണൽ കളിയില് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ആ കളി കണ്ടപ്പോ ആലോചിച്ചു, ലൈക്ക് കളി നമുക്ക് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു. ബിക്കോസ് ആകെ ഓടുന്നത് ഫ്രിംപോങ്. അത് വെച്ചിട്ടാണ് ആ 1-2 ചാൻസ് പറയാൻ പറ്റില്ലെങ്കിൽ ഹാഫ് ചാൻസ്. ആ കളി 2 ടീമും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാലും നമുക്ക് ഒരു ഹോപ്പ് തന്നായിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ കളിച്ചാല് ശരിക്കും നമ്മളെ മെയിൻ പ്ലേയേഴ്സ് ഒക്കെ ഈ കറക്റ്റ് പൊസിഷനിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചാൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടെന്ന്. അപ്പം അവിടെയാണ് ഈ അതേപോലെ എന്താ പറയാ, കുറച്ചൊക്കെ റിസ്ക് എടുക്കുന്ന പ്ലേയേഴ്സ് വരുമ്പോൾ അവരെ പൊസിഷനിൽ മാറി റണ്ണൊക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ടീം ഒന്ന് കംപ്ലീറ്റ്ലി ആയിട്ട് ജെല്ലാവുന്നത്. എക്കിറ്റിക്ക് ആൻഡ് വേർഡ്സ് ആർ മേക്കിംഗ് ദോസ് റൺസ്, പാസ് നെവർ കംസ്. അവരെപ്പോഴും ഒരു പോക്കുണ്ട്, പക്ഷെ പിന്നെ ബോൾ അവിടെ എത്തുന്നില്ല. അല്ല, ഇപ്പം ഞാൻ ക്രിസിനോട് അഗ്രി ചെയ്യുന്നുണ്ട്. വേർഡ്സിന്റെ ബേസിക്കലി ഇപ്പം വേർഡ്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം ആൾക്കാർ റീഡ് ചെയ്ത് തുടങ്ങി. മെയിൻ ആയിട്ട് ഇപ്പം ഞാൻ ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടുള്ളൂ കഴിഞ്ഞ കളിന്റെ. വേർഡ്സിന്റെ എക്കിറ്റിക്കന്റെ ഗോളില് വേർഡ്സിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവൻ ആക്ച്വലി ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഡിഫൻഡറിന്റെ പുറകെ പോകുന്നത്. അത് ആക്ച്വലി നമ്മുടെ സെന്റർ ബാക്ക് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തു. അപ്പം അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരുമ്പോ തന്നെ പെട്ടെന്ന് മാറും. ബിക്കോസ് ഇവരെല്ലാരും ലൈക് പ്രോപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. അപ്പം അവരെ സ്ട്രെങ്തിനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ടീം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ബാക്കി അവരെ തന്നെ നോക്കിക്കോളും. അപ്പൊ വേർഡ്സും വേർഡ്സിന്റെ ഗോള് കണ്ടില്ലേ, ദാറ്റ് ഇസ് ബ്രില്യന്റ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും കോച്ച് ചെയ്താണ്. ദാറ്റ്സ് ജസ്റ്റ് ഹാപ്പൻസ് വെൻ സിമിലർ മൈൻഡ്സ് ആയിട്ടുള്ള പ്ലെയർ ഒരുമിച്ച് ഫീൽഡിൽ കറക്റ്റ് പൊസിഷനിൽ വരുമ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് മാത്രം നമ്മുടെ ടീം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ മിസ്സിംഗ് ആക്ച്വലി അതാണ്, ബോക്സിലേക്കുള്ള റണ്ണേഴ്സ് ഇല്ല ആരും, എക്കിറ്റിക്കും വേർഡ്സ് ഒഴികെ. ഈവൻ വേർഡ്സ് ഗോൾ അടിക്കുന്ന തൊട്ട് മുന്നേ വേർഡ്സിന് വേറൊരു ചാൻസ് ഉണ്ടായിരുന്നു. only he made the run. ആ ഹോൾ പെനാൽറ്റി ബോക്സിലേക്ക് അവൻ മാത്രമേ ഓടുന്നുള്ളൂ. അപ്പൊ അത് മാത്രല്ല, മറ്റേ കേർട്ടിസ് കഴിഞ്ഞ മാച്ചിൽ ഇതുപോലെ റൺസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിവേ, നമുക്ക് കേർട്ടിസിന്റെ പറഞ്ഞിട്ട് തന്നെ അത് മാച്ചിനെ കുറിച്ച് നമുക്ക് അടുത്ത മാച്ചുകൾ ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരിക്കിന്റെ ഫസ്റ്റ് ഗെയിം ആയിരിക്കും തോന്നുന്നു ദിസ് വീക്കെൻഡ്. മാഞ്ചസ്റ്റർ ഡാബിയാണ്. അപ്പോ ഇറ്റ്സ് an important game in terms of title challenge and top 4. അപ്പോ എന്താണ് പ്രഡിക്ഷൻ? നമുക്ക് പെട്ടെന്ന് റാപ്പ് ചെയ്യാം, കുറെ നേരം ഇത്. സിറ്റി ജയിക്കും. ഒന്നാമത് യുണൈറ്റഡ് എന്താ അവസ്ഥ ആർക്കും അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സിറ്റി ജയിക്കാനുള്ള ചാൻസാ കൂടുതൽ. അവർ ഹോം മാച്ച് അല്ല എവേ ആണല്ലേ, ഓൾഡ് ട്രാഫോർഡിലും ആണല്ലേ. യുണൈറ്റഡ് DNA ഒക്കെ പുറത്തു വരുമോ അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ സ്റ്റിൽ ഗോ ഫോർ സിറ്റി വിൻ.
Even with Semenyo, they have 2 times the player who can score now. Haaland and Semenyo Mbeumo is and back. Dawson. ആര് back? സിറ്റി തന്നെ ജയിക്കും. Mbeumo is back. Still. United with Mbeumo and Diallo. വിത്ത് കാരിക്. അവര് With Michael പേരൊക്കെ Carrick. പഠിച്ചു വരുമ്പോഴത്തേക്ക് തന്നെ ടീമൊക്കെ സെറ്റ് ആക്കണ്ടേ. മൈക്കിൾ കാരിക് വേഴ്സസ് പെപ്പ് ആൻഡ് പെപ്പിൻ, അത് സിറ്റി ജയിക്കുള്ളൂ ഉറപ്പാ. മാത്രല്ല ഇത് യുണൈറ്റഡ് DNA എന്നൊക്കെ പറഞ്ഞാൽ യുണൈറ്റഡ് DNA അല്ല, അത് മ്യൂട്ടേഷൻ വന്ന DNA ആയിരിക്കും. അതാണ് കളിക്കാൻ പോകുന്നത്. അത് പൊട്ടും. എനിവേ ഒരു 1-3 ഒക്കെ സ്കോർ ആയിരിക്കും. അങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യണം. സിറ്റി ജയിക്കും. നമ്മുടെ ചെൽസി City ബ്രെൻഫോർഡ് is another important game in terms of top 4 Yeah. race. I am expecting Chelsea to win. I think Chelsea will win the game. Like 2-1, 3-2. അത് മിക്കവാറും ഡ്രോ ആയിരിക്കും. ബ്രെൻഫോർഡ് വുഡ് വാണ്ട് ടു കീപ് ദെയർ പ്ലേസ്. അവർക്ക് അതാണ് എളുപ്പം. ലീഡ് എങ്ങാനുണ്ട്. സോ വൈ ടേക്ക് ദ റിസ്ക്? ഷട്ട് ഷോപ്പ് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം സെറ്റ് പീസ് എങ്ങാനും കിട്ടും. എങ്ങനെയാലും എവിടെയും സെറ്റ് പീസ് കിട്ടും. ദേ വിൽ ട്രൈ ടു സ്കോർ ഫ്രം ദർ. അല്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സിറ്റ് ബാക്ക് ആൻഡ് ഷട്ട് ഷോപ്പ് എന്നുള്ളതായിരിക്കും ബ്രെൻഫോർഡിന്റെ പ്ലാന്. എവേ ഗെയിമും കൂടിയാണ് അവർക്ക്. റിസ്ക് എടുക്കാനുള്ള ചാൻസ് ഇല്ല. ബ്രെൻഫോർഡ് ജയിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണേ. അവർക്ക് കുറച്ചുകൂടി അവര് സ്ട്രെങ്ത് കൂടി. ഔട്ടാര തിരിച്ചെത്തി. ഡാങ്കോ ഔട്ടാര അവര് പോട്ടറെ വെച്ചിട്ടൊക്കെ അവിടെ കളിച്ചിരുന്നത്, അല്ലെങ്കിൽ വേറെ. പക്ഷെ കുറച്ചുകൂടി അവര് സ്ട്രെങ്ത് കൂടി. അവരും ജയിക്കുക. അവര് നല്ല മൊമെന്റത്തിലാണ്, നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അവരുടെ ബോക്സിലേക്കുള്ള പ്രയാസുകള്, ചാൻസ് ക്രിയേഷൻ എല്ലാം ഒരു ടോപ്പ് 3 വരും അറ്റാക്കിംഗ് മെട്രിക്സിലെല്ലാം ലീഗില്. അപ്പൊ അത് അവർ കണ്ടിന്യൂസ്. സ്കേഡെ ഒക്കെ നന്നായിട്ട് ഇൻഫോം സ്ട്രൈക്കറിലെ ഒരു ഗുണം അവർക്ക് ഉണ്ട്. തിയാഗോ ഉണ്ട്, സ്കേഡെ എല്ലാവരും നല്ല ഫോമില. അപ്പൊ എനിക്ക് തോന്നുന്നത് ചെൽസി ആ പുതിയ മാനേജറായിട്ട് അങ്ങനെ ഇത് വരുന്നേ ഉള്ളൂ. കോമ്പിനേഷനൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അത് സമയത്ത്. പക്ഷെ ബ്രെൻഫോർഡ് ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തോൽവി ദുരന്തമുണ്ട്. സ്പേഴ്സ് വേഴ്സസ് വെസ്റ്റ് ഹാം. സ്പേഴ്സ് ജയിക്കും. വെസ്റ്റ് ഹാമിന് വയ്യ. വെസ്റ്റ് ഹാം തീർന്നു. സ്പേഴ്സിന് ഒരു പ്രശ്നമുള്ളത്, റിച്ചാർലിസൺ ഔട്ട് ഫോർ 8 weeks. റിച്ചാർലിസന്റെ ഇഞ്ചറി വന്നു. പക്ഷെ സൊളാങ്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ബെഞ്ചിൽ നിന്നുള്ള പ്രശ്നമാണോ ഗുണമാണോ ആദ്യം തീരുമാനിക്കും. അത് പറയാൻ പറ്റില്ല. എന്തായാലും അവരുടെ വില്ല ടോപ്പ് 3 നിൽക്കുന്നിടത്തോളം ഒരു ചാലഞ്ചർ തന്നെയാണ്. അപ്പോ വില്ല എവേർട്ടൺ will also be interesting. എവേർട്ടൺ ഫോം ഡിപ്പാനുള്ള ടൈമായി. ആർസണൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണല്ലേ നാളെ. ആർസണൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു ചെൽസിനെതിരെയുള്ള ഗെയിമില്. സെറ്റ് പീസ് ഫസ്റ്റ് ഗോൾ സെറ്റ് പീസിൽ കിട്ടും അവർക്ക്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗെയിം കൺട്രോൾ വരും. ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞ അവിടെ. പിന്നെ ഗ്യോക്കറേസ് സ്കോർഡ് എ ഗോൾ. ഗ്യോക്കറേസ് ഗോൾ അടിച്ചു. പക്ഷെ ആ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സാക്കക്ക് ബോൾ കിട്ടി. സാക്കക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഗ്യോക്കറസിന് കൊടുക്കായിരുന്നു. പക്ഷെ സാക്ക് ഒരു 10-20 മീറ്റർ ബാക്കിലുള്ള വൈറ്റ് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് കാത്തുനിന്നു. എന്നിട്ട് അവൻ ക്രോസ് എടുത്തിട്ടാണ് ഗ്യോക്കറസ് ഗോൾ അടിച്ചത്. അവരും ഇതേപോലെ നമ്പർ 9 വെച്ച് കളിക്കാന്നൊക്കെ അവരും ഒരു പ്രശ്നമില്ല. ഹാവേർട്സ് വന്നു. ഇനി അതവിടെ നിന്നോളും. നമ്പർ 9 വെച്ച് പഠിക്കുന്നില്ലല്ലോ. അതിന്റെ ഓൾട്ടർനേറ്റീവ് അല്ലത്. ഹാവേർട്സ് ഇല്ല, അവന്റെ അതേ ക്ലോൺ ഒരു മെറീനോ ഉണ്ട്. എല്ലാ പ്രീമിയർ ലീഗ് ടീമും ഹാലൻഡ് ഒഴികെ ബാക്കി ആർക്കും നമ്പർ 9 വെച്ച് എങ്ങനെ കളിക്കേണ്ടതെന്ന് മറന്നുപോയി അല്ലേ. ഹാലൻഡ് ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ഇഗോർ തിയാഗോ. ആക്ച്വലി ന്യൂകാസിലിന് കളിക്കാൻ അറിയാം. ബിക്കോസ് അവര് ലൈക്ക് ഇതേപോലെ ആ മേഴ്സി അവിടെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ബോക്സിലോട്ട് ബോൾ വരും. ബിക്കോസ് അവന് കട്ടിങ് ചെയ്യണ്ട. അവന് അതാണ് നമ്മള് സ്ലോട്ട് പറഞ്ഞ അങ്ങനത്തെ പ്രൊഫൈൽ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞത്. എനിവേ നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ സല വന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇറ്റ്സ് എ ബിഗ് സാറ്റർഡേ 9:30 ഗെയിം. എല്ലാവർക്കും കളി ജയിച്ചാൽ സൺഡേയിലെ ഗെയിമും സിറ്റിയുടെ ഗെയിമും കണ്ട് ആസ്വദിക്കാം. വി വിൽ ഏതാ സിറ്റിയുടെ കളി മുന്നെയാണ്. സോറി, ഫസ്റ്റ് ഗെയിം സിറ്റിയുടെ ഗെയിം അല്ലേ? അപ്പൊ സിറ്റിയുടെ ഗെയിം നമ്മുടെ മാച്ച് കാണാം. അത് കഴിഞ്ഞ് ആർസണലിന്റെ ഗെയിം ഒക്കെ ഉണ്ട്. അപ്പോ വിൽ ബി ബാക്ക് ഓൺ മൺഡേ അല്ലേ സുദീപ്? മൺഡേ മൺഡേ നമുക്ക് അത് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഉണ്ട്. നമുക്ക് മൺഡേ തന്നെ ചെയ്യാം. അങ്ങനെ ബാക്ക് ടു ബാക്ക് മാച്ചസ് ആണ്. ഇനി വീണ്ടും റെസ്റ്റ് ഒന്നുമില്ല. അജ്മൽ വീണ്ടും വരണമെങ്കിൽ കമന്റ് ചെയ്യൂ. അജ്മൽ വേണം എന്ന് പറയും. അജ്മലിന്റെ ഭാര്യനെ കാണിക്കും. അപ്പൊ അജ്മൽ വരും. ഗണേഷ് എങ്ങനെ വരുന്നതാണ് നമുക്ക് നോക്കാം. ഗണേഷ് കളി തോറ്റാൽ ഗണേശൻ വരും. യുണൈറ്റഡ് ജയിച്ചാൽ സ്വരൂപ് വരും. എല്ലാം ഒരുമിച്ച് നടന്നാൽ നമ്മൾ 6 പേരെ പാനൽ വെച്ചിട്ട് പരിപാടി ചെയ്യും. അപ്പോ ഇനി അടുത്തവണ നമ്മൾ വരുമ്പോഴേക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ട്രാൻസ്ഫേഴ്സ് റൂമേഴ്സും ഒന്നും കാണാനില്ല. അടുത്തവണ നമ്മൾ വരുമ്പോഴേക്കും പുതിയ റൂമേഴ്സ് വരുന്നതായിരിക്കും. ഗുവൈഹി അപ്പോഴും അവിടെ എവിടെ അല്ലാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടില്ല. അത് കാരണം നമ്മളും തീരുമാനിച്ചിട്ടില്ല, സിറ്റിയും തീരുമാനിച്ചിട്ടില്ല, ആരും തീരുമാനിച്ചിട്ടില്ല. എന്തോ ഏജന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ കേട്ടു. എനിവേ നമ്മളതൊക്കെ അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം, ട്രാൻസ്ഫേഴ്സിന്റെ കാര്യം. എനിവേ അപ്പോ എല്ലാരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് കണ്ടിട്ടാണ് അജ്മൽ ഇപ്പൊ ഇന്ന് വന്നത്. അതുപോലെ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.